हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे. ശ്രീകൃഷ്ണൻ തന്റെ ഹാസം നിറയും അനുഭവ സുന്ദര ചുണ്ടിലെന്നും രാഗത്തിൻ തെഞ്ചുരത്തും മധുരമുരളിയെ ഞാനിതാ കൈതൊഴുന്നേ. സൗകര്യം കിട്ടുമെങ്കിൽ ഭവതി മുരളികെ ഒന്നു നീ ചൊല്ലിടേണം. ഞാനാകുന്നോരു ജന്മ പശുവിനുടെ കഥ നന്ദജൻ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സംസാരത്തിൻ ദുരിതത്തിൽ പെട്ടുഴലും നേരം കംസാരെ നീ വന്നിടണേ പോതമെന്ന പോലെ. താണു പോകും മുമ്പേ എന്നെ കരയേറ്റിടേണേ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. കുറ്റൻ മുതലയതൊന്നൻ കാലിൽ പിടിച്ചപ്പോൾ ഏറ്റം ഭക്തിയോടെ കരി നിന്നെ വിളിച്ചല്ലോ. വറ്റാത്ത കാരുണ്യവുമായി എത്തിയല്ലോ ദേവൻ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ജീവിതമാം സരസിൽ ഞാൻ ക്രീഡ ചെയ്യും നേരം ദുരിതമാം ഗ്രാഹമെന്നെ പിടിച്ചിടും കാലം. അടിയന്റെ നാവിൽ തവ സ്തുതിയുമരേണേ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. വാരി തന്നിൽ മുങ്ങിയോരാ ഗജേന്ദ്രനെ പോലെ വാരിജാക്ഷാടിയനും താഴ്ന്നിടുന്ന നേരം വാരി എന്നെ എടുക്കുവാൻ വരുകില്ലേ നാഥ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഒരിക്കൽ നീ നാമമൊന്നു ജപിക്കുകിൽ പോലും ഒരിക്കലും അവനെ നീ കൈവിടില്ല മൂലം. ഒരു ചെറുചിരിയോടെ എൻ്റെ മുന്നിലെത്തൂ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. താമരയ്ക്കു തുല്യമായ മാനസത്തെ ഞാനും താമരാക്ഷാതവ മുന്നിൽ വച്ചിടുന്നു ഭക്ത്യ. താമസമൊട്ടുമില്ലാതെ ഓടിയെത്തിടേണേ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണ 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 നാഥ. നാരായണ 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 ദേവ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. താമസമൊട്ടുമില്ലാതെ ഓടിയെത്തിടേണേ. താമസമൊട്ടുമില്ലാതെ ഓടിയെത്തിടേണേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധം നിരവധി ഭഗവത് അവതാരങ്ങളുടെ അത്ഭുതകരമായ ആത്മീയ അനുഭൂതി നമുക്ക് പകർന്നു തരുന്ന സ്കന്ധമാണ്. മന്വന്തരം എന്ന ഭാഗവത ലക്ഷണത്തെ അത് പറഞ്ഞപ്പോൾ
നാലാമത്തെ മന്വന്തരത്തിൽ ഭഗവാൻ ഹരിയായി അവതരിച്ചു. ഹരിമേധസ്സിന്റെയും ഹരിണയുടെയും പുത്രനായി ഹരി എന്ന പേരിൽ അവതരിച്ച് ഒരാനയെ രക്ഷിച്ച കഥ, ആനയുടെ ആമയം തീർന്ന കഥ ആദ്യം. അതിനുശേഷം അമരന്മാരുടെ ദുഃഖം തീർക്കാൻ ആമയായി അവതരിച്ച ഭഗവാന്റെ കഥ, പിന്നീട് വാമനനായി അവതരിച്ചത്, മത്സ്യമായി അവതരിച്ചത്. അതിൽ തന്നെ പാലാഴിമഥനത്തിന്റെ സമയത്ത് ഭഗവാൻ അജിതനായും മോഹിനിയായും ധന്വന്തരിയായും അവതരിച്ച കഥകൾ. ഇങ്ങനെ എത്രയെത്ര അവതാരങ്ങൾ, അവതാരോഹ്യ അസംഖ്യേയ ഭാഗവതം തന്നെ പറയുന്നു. ഈ അവതാരങ്ങളിലൂടെ വലിയൊരു സത്യം ഭാഗവതം അനാവരണം ചെയ്യുന്നു. ഹരിസ്മൃതി സർവവിപത്തി മോക്ഷണം. ഭഗവത് സ്മൃതി എല്ലാ ആപത്തുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നു. ഗജേന്ദ്രന്റെ കഥ, ദേവന്മാരുടെ കഥ, മഹാബലിയുടെ കഥ, അതിഥിയുടെ കഥ, സത്യവ്രതന്റെ കഥ ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഹരിസ്മൃതി സർവവിപത്തി മോക്ഷണം എന്ന വലിയൊരു തത്വത്തെയാണ്. അതുകൊണ്ട് നാണമില്ലാതെ ഭഗവാന്റെ നാമം ജപിക്കുന്ന ആളുകൾക്ക് ദുരിതക്കടലിന്റെ എത്രയോ അഗാധതയിലേക്ക് പോയാലും അവരെ കൈപിടിച്ചുയർത്താൻ ആ കാരുണ്യസ്വരൂപനായ, ആ കൈവല്യദായകനായിരിക്കുന്ന കാർമേഘവർണ്ണൻ ഓടിയെത്തുക തന്നെ ചെയ്യും എന്ന് കാണിക്കുന്നു. എന്നാൽ ഭഗവാനെ വിളിക്കാൻ നമുക്ക് പലപ്പോഴും ആദ്യം സാധിക്കാറില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, സൗഭാഗ്യത്തിന്റെ കൊടുമുടിയിലിരിക്കുമ്പോൾ ഭഗവാനെ ഓർക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല. എന്നാൽ ദുഃഖത്തിന്റെ പടുകുഴിയിലേക്ക് നമ്മൾ താണു പോകുമ്പോൾ ഏകരക്ഷ ഭഗവാനാണ് എന്ന് നമുക്ക് ഉറപ്പുവരും. അങ്ങനെ ഉറപ്പു വന്ന ഒരു ആനയുടെ കഥയാണ്, നമ്മൾ ഓരോരുത്തരുടെയും കഥയാണ് ഗജേന്ദ്രമോക്ഷം. നമുക്കും അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നാൽ നമ്മൾ ഭഗവാനെ വിളിക്കാനോ ഭഗവാന് വഴിപാട് നടത്താനോ ഭഗവാന് ആ നിത്യമായ സ്തുതിഗീതങ്ങളിലൂടെ ഭഗവാനെ അർച്ചിക്കാനോ ഒന്നും നമ്മൾ പുറപ്പെടാറില്ല. അതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ട് മാറും. എന്നാൽ നമ്മുടെ കഴിവുകൊണ്ട് മാറുന്നില്ല. ഒരു അസുഖം വന്നു, പിന്നീട് അവിടെ ഏതെങ്കിലും ഒരു മരുന്ന് കടയിൽ പോയി മരുന്ന് വാങ്ങി കഴിച്ചു, മാറുന്നില്ല. ആരോ പറഞ്ഞു ഡോക്ടറുടെ അടുത്ത് പോവുകയാണ് നല്ലത്. ഡോക്ടറുടെ അടുത്ത് പോയി ഡോക്ടറെ ചികിത്സിച്ചു, മരുന്ന് കഴിച്ചു, ഫലമുണ്ടാവണില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു മറ്റാരുടെങ്കിലും അടുത്തേക്ക് പൊക്കോളൂ. അദ്ദേഹത്തിന് ധൈര്യമില്ലാതെയായി. വീണ്ടും മറ്റൊരു ആ വിഭാഗത്തിൽ പ്രത്യേക ബിരുദങ്ങളൊക്കെ നേടിയിട്ടുള്ള ആളുടെ അടുത്ത് പോയി. അദ്ദേഹവും പറഞ്ഞു നിവൃത്തിയില്ല, ആശുപത്രിയിൽ കിടന്ന് ചികിത്സിക്കേണ്ടി വരും. ആശുപത്രിയിൽ കിടന്ന് ചികിത്സിച്ചു. അവസാനം ICUവിലേക്ക് ആക്കി. ICU അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ് പറയാറ്. സത്യത്തിൽ അവിടെ എത്തുമ്പോഴാണ് നമ്മളൊക്കെ ICU എന്ന് ആവുന്നത്. ആ ഭഗവാനെ കാണാൻ നമുക്ക് സാധിക്കുന്നത് അപ്പോഴാണ്. അങ്ങനെ ഭഗവാനെ കാണുമ്പോൾ ഉള്ളു ചുട്ടൊരു വിളിയുണ്ട്, നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് ആ ഗജേന്ദ്രൻ വിളിച്ചതുപോലെ വിളിക്കുമ്പോൾ നമ്മളെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ ഓടിയെത്തുന്നു, കൈപിടിച്ച് കരകയറ്റുന്നു. അങ്ങനെ ആ ഉള്ളു ചുട്ടു വിളിച്ചാൽ എവിടെ വിളി പൊങ്ങുന്നിതവിടെ ഭഗവാൻ വരും, എല്ലാം മറന്നു വിളിക്കുവിൻ ഭക്തരെ, കരളുരുകിയൊന്നു വിളിച്ചെങ്കിലൻപുരാൻ കൈവെടിഞ്ഞിട്ടില്ല ഇന്നോളം ആരെയും. ഉറപ്പു പറയുകയാണ് കവി. വിളിച്ചോളൂ, ആ ഹൃദയം തട്ടി ഹൃദയം മുട്ടി വിളിച്ചോളൂ, എങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും വരിക തന്നെ ചെയ്യും. ഗജേന്ദ്രനും അങ്ങനെ തന്നെയാണ്. ആസീദ്ഗിരിവരോ രാജൻ ത്രികൂടമിതി വിശ്വത എന്ന് പറഞ്ഞിട്ടാണ് ശ്രീ ബ്രഹ്മർഷി ഗജേന്ദ്രന്റെ കഥ പറയാനായിട്ട് ആരംഭിക്കുന്നത്. അവിടെ കുബേരൻ്റെതായിട്ടുള്ള ഋതുമത്ത് എന്ന ഉദ്യാനത്തിൽ അവിടെയുള്ള ഒരു തടാകത്തിന്റെ അടുത്തായിട്ട് വലിയ ആ ത്രികൂടപർവ്വതത്തിന്റെ താഴ്വരയിൽ ഒരു ആന ജീവിച്ചിരുന്നു. ആ ആനയെ ഗജേന്ദ്രൻ എന്ന് വിളിച്ചു. സാധാരണ രീതിയിൽ കാട്ടിലെ രാജാവ് മൃഗേന്ദ്രനാണ്, സിംഹമാണ്. പക്ഷേ ഇവിടെ ഗജേന്ദ്രനാണ്. ആ ഗജേന്ദ്രൻ എങ്ങനെയാ ഗജേന്ദ്രനായി മാറിയത്? ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യരാജാവ് അഗസ്ത്യ മഹർഷിയുടെ ശാപം കൊണ്ട് ആനയായി തീർന്നു. ഭഗവത് സ്മൃതി കൊണ്ട്, ആ ഭഗവാനെ ഭജിച്ചിരുന്നത് കൊണ്ട് ആനയായിട്ടും അദ്ദേഹത്തിന് വേണ്ടത്ര ഔന്നത്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ. നമ്മളിൽ നമുക്കുണ്ടാകുന്ന ഔന്നത്യം അത് ഭഗവാന്റെ കാരുണ്യമാണ്. ഒരു വൈപ്പീലിത്തുണ്ടിനും ഒരു കാട്ടോടത്തണ്ടിനും ഒരു പട്ടുകോണത്തിന്റെ കഷ്ണത്തിനുമൊക്കെ അനൽപമായ ഔന്നത്യം ഉണ്ടാകുന്നത് എപ്പോഴാണ്? അത് ഭഗവാന്റേതായി മാറുമ്പോഴാണ്. അപ്പോഴേ അതിന് കേമത്വം വരുന്നുള്ളൂ. ഒരു മൈപ്പീലി കാണുമ്പോൾ നമുക്ക് കൃഷ്ണനെ ഓർമ്മ വരും. ഒരു ഓടത്തണ്ട് കാണുമ്പോൾ നമുക്ക് കൃഷ്ണനെ ഓർമ്മ വരും, അല്ലെങ്കിൽ ഓർമ്മ വരണം. ഗോപികമാർക്ക്, യശോദയ്ക്ക്, നന്ദഗോപർക്ക് ഒക്കെ അങ്ങനെ ഓർമ്മ വന്നിരുന്നു.
എന്തിന്? പൊട്ടിയ മൺകുടം കാണുമ്പോൾ പോലും ഭഗവാന് ഓർമ്മ വന്നിരുന്നു. ഗജേന്ദ്രനും ഓർമ്മ വന്നതെപ്പോഴാ? തൻ്റെ കൂട്ടുകാരായിരിക്കുന്ന നിരവധി കൊമ്പന്മാരോടും തൻ്റെ പിടിയാനകളോടും കുട്ടിയാനകളോടും കൂടി ആ കാട്ടിൽ മതിച്ച് മതോന്മത്തനായിട്ട് നടക്കുന്ന സമയത്ത് വല്ലാത്ത ഒരു ദാഹം, വേനലിൻ്റെ കാഠിന്യത്തിൽ വെള്ളം മോഹിച്ച് നടക്കുന്ന ആ ഗജേന്ദ്രൻ എവിടെ നിന്നോ തണുത്ത കാറ്റ് വീശുന്നുണ്ട്, ഇവിടെ അടുത്ത് നല്ല വെള്ളമുണ്ട് എന്ന് മനസ്സിലാക്കി ആ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളൊക്കെ പൊട്ടിച്ചു കളഞ്ഞ് ഭൂമി കുലുക്കി അങ്ങനെ ആ ഗജേന്ദ്രൻ ഇങ്ങനെ വരുന്ന സമയത്ത് വലിയ വലിയ അതിഭയങ്കരന്മാരായിരിക്കുന്ന ഹിംസ്ര ജന്തുക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ തന്നെ പേടിച്ച് വാലും ഒതുക്കി മാറി നിൽക്കുകയാണ്. ഇവിടെ ഈ ഗജേന്ദ്രനെ കാണുമ്പോൾ തദ്ഗന്ധമാത്രാധരയോ ഗജേന്ദ്ര വ്യാഘ്രാദയോ വ്യാളമൃഗാസഖഡ്ഗ മഹോരഗാശ്ചാപി ഭയാദ്രവന്തി സഗൗരകൃഷ്ണ ശരഭാശ്ചമര്യ. സിംഹം, പുലി തുടങ്ങിയ ഹിംസ്ര ജന്തുക്കളൊക്കെ ഈ ഗജേന്ദ്രന്റെ ഗന്ധം ഏൽക്കുമ്പോൾ തന്നെ അവിടുന്ന് മാറിപ്പോകാൻ തുടങ്ങി. സാ ധർമ്മതപ്ത കരിഭി കരേണുഭിർ വൃതോ മതച്യുത് കളഭൈരനുദ്രുത. നല്ല വെയിൽ വന്നപ്പോൾ വല്ലാത്ത ദാഹിച്ചപ്പോൾ ഈ കൂട്ടുകാരോട് പിടിയാനകളെ, കൊമ്പനാനകളെ, കുട്ടിയാനകളെ ഇവരോടൊക്കെ കൂടി ചെല്ലുന്നു. അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴോ നല്ലൊരു തടാകം, നിറയെ താമരപ്പൂക്കൾ. ആ താമരപ്പൂക്കൾ കാണുമ്പോൾ ഇത് ഭഗവാൻ അർച്ചിക്കാനുള്ളതാണ് എന്ന് തോന്നലാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ അപ്പം ആ തോന്നലുണ്ടായില്ല. ഓരോ വസ്തുവും ഭഗവാന് സമർപ്പിക്കാനുള്ളതാണ് എന്ന തോന്നൽ ഉണ്ടാവണം എന്ന് ഗജേന്ദ്രമോക്ഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ആ ഗജേന്ദ്രമോക്ഷം കഥയില് ആ ഗജേന്ദ്രൻ ഭഗവാനെ വിചാരിക്കാതെ, ഭഗവാനെ മറന്ന് കേവലം ഒരു ലൗകികനെ പോലെ, ഒരു കുടുംബസ്ഥനെ പോലെ, ഒരു ഗൃഹസ്ഥനെ പോലെ വെള്ളത്തിലേക്ക് ഇറങ്ങി തൻ്റെ പിടിയാനകൾക്ക് നേരെ വെള്ളം ചീറ്റിച്ചു, കുട്ടിയാനകളെ കളിപ്പിച്ചു. ജീവിതത്തിൻ്റെ ഈ സരസിൽ, ജീവിതമാകുന്ന സരസിൽ ഇത്തരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഗൃഹസ്ഥനെ പോലെ കഴിഞ്ഞു. വെള്ളത്തിൽ കളിക്കുകയും കുളിക്കുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതയാത്രയിലും ഇങ്ങനെ ചില ദുരിതത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, ബുദ്ധിമുട്ടുകളുടെ മുതലപ്പിടുത്തമുണ്ടാവും. പിൻകാലിന്മേൽ പിടിച്ചാ മുതല. ഗജേന്ദ്രന്റെ പിൻകാലിൽ വന്നിട്ടാണ് അത്ര ആ മുതല പിടിച്ചത്. മുതലയ്ക്ക് അറിയാമായിരുന്നോ നിശ്ചയില്ല, ഭക്തന്റെ പാദം പിടിച്ചാൽ ഭഗവാനിലേക്ക് എത്താൻ സാധിക്കും എന്ന് അറിഞ്ഞിട്ടാണോ എന്തോ മുതല ആ ഗജേന്ദ്രന്റെ കാലിൽ വന്ന് പിടിച്ചു. ത്വൽഭക്തഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ എന്ന് വൃത്രാസുരൻ പ്രാർത്ഥിക്കണില്ലേ? അതേപോലെയാണോ നിശ്ചയില്ല, ഭഗവാന്റെ ഭക്തന്റെ കാലിൽ പിടിച്ചാൽ, അദ്ദേഹത്തിന്റെ ഭൃത്യനായാൽ തനിക്ക് എങ്ങനെ കാലിൽ പിടിക്കാൻ സാധിക്കുള്ളൂ? തനിക്ക് കൈകളില്ല, പിന്നെ എങ്ങനെയാ പിടിക്കുക? തൻ്റെ ആ വായ് കൊണ്ട് ഇങ്ങോട്ട് പിടിക്കുക. കാലിൽ പിടിച്ചിങ്ങോട്ട് വലിക്കാൻ തുടങ്ങി. ഗജേന്ദ്രൻ ആദ്യം വിചാരിച്ചു തൻ്റെ ശക്തി കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും. ഈ കാട്ടിലെ സകല മൃഗങ്ങളെയും തൻ്റെ ഗന്ധമാത്രയിൽ പേടിപ്പിക്കുന്ന തനിക്ക് കാലിൽ വന്ന് പിടിച്ച എന്തോ ഒരു ജീവി എന്ന് ആദ്യം കരുതിയത്. അതിനെ കുടഞ്ഞു കളയാൻ നോക്കി, സാധിക്കണില്ല. തൻ്റെ കൂട്ടുകാരെ വിളിച്ചു, അവരൊക്കെ വന്നു. അവരെ ചില ആളുകളെ മുതലയെ അതിന് പിടിപിടിക്കാൻ പിന്നിൽ നിന്ന് അങ്ങോട്ട് വലിച്ചു, ചിലർ ഗജേന്ദ്രനെ ഇങ്ങോട്ട് വലിച്ചു. യാതൊരു ഫലവുമില്ല. ഗജേന്ദ്രൻ ഇങ്ങോട്ട് വരണില്ല. തന്നെയല്ല, അനുനിമിഷം ഗജേന്ദ്രൻ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ശ്രമിച്ചു നോക്കി, അവർക്ക് ആർക്കും സാധിക്കണില്ല. കുട്ടികളൊക്കെ ചിഹ്നം വിളിച്ച് കരയാൻ തുടങ്ങി. നമ്മുടെ പ്രിയപ്പെട്ട ആനകളുടെ രാജാവ് വെള്ളത്തിലേക്ക് ആണ്ടാണ്ട് പോണു. എത്ര കൊല്ലം അവരുടെ യുദ്ധം ഉണ്ടായെന്നാ പറയണത് ഭാഗവതം. 1000 സംവത്സരം നടന്നു ഇത്ര യുദ്ധം. അപ്പോ ഓരോ വലിയിലും ഗജേന്ദ്രൻ താഴേക്ക് പോകലല്ലാതെ മുതലയെ മുകളിലേക്ക് വലിക്കാൻ സാധിക്കണില്ല. കരജീവിക്ക് ശക്തി കുറഞ്ഞു, ജലജീവിക്ക് ശക്തി കൂടി. പിന്നെ ഗജേന്ദ്രനിൽ നിന്ന് ആ ചോര ഇങ്ങനെ കുടിച്ച് ഉള്ളിലെ ചോര നഷ്ടപ്പെടുന്നു. അങ്ങനെ ആ സരസ് അരുണവർണ്ണമായി തീർന്നു. അതിൽ താമരപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നു. ഗജേന്ദ്രൻ ഈ താമരപ്പൂക്കളെ എടുത്ത് കളിക്കുകയാണ് ആദ്യം ചെയ്തത്. ഇപ്പോഴോ ഗജേന്ദ്രന് തോന്നി, കാലപാശം എൻ്റെ കാലിൽ വന്ന് പിടികൂടിയിരിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. നേരത്തെ പറഞ്ഞില്ലേ,
എല്ലാവരും രക്ഷയ്ക്കുണ്ടെന്ന് കരുതുന്ന നമുക്കും ഇത്തരത്തിൽ മറ്റാരും രക്ഷയില്ല എന്ന് തോന്നുന്നത് പോലെ ഗജേന്ദ്രന്റെ അടുത്ത് നിന്നിരുന്ന പിടിയാനകളും കുട്ടിയാനകളും കൊമ്പനാനകളും ഒക്കെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അവർ പതുക്കെ 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 തടാകത്തിൽ നിന്ന് കയറി പോകാൻ തുടങ്ങി. നമ്മളെ സമാശ്വസിപ്പിക്കുന്ന, നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഓരോരുത്തരും വലിയ ദുരിതത്തിൻ്റെ ആ ദുഃഖാവസ്ഥയിൽ, രോഗാവസ്ഥയിൽ അവരൊക്കെ പറയും ഞങ്ങൾ പോട്ടെ, പിന്നെ എപ്പോഴെങ്കിലും വരാം എന്ന് പറഞ്ഞ് ആ ഒരു ഗതിയുമില്ലാതെ പോകുന്നത് പോലെ ഈ ആനകളും മടങ്ങിപ്പോയപ്പോൾ ഗജേന്ദ്രൻ മാത്രമായി ആ താമരപ്പൊയ്കയിൽ ഏകാന്തതയിൽ ഭഗവാനെ സ്തുതിക്കുക. ഇതൊക്കെയാണ് ഋഷീശ്വരന്മാർ സജ്ജനങ്ങൾ ചെയ്യുക. ഇവിടെയും അതെ, ഈ ഏകാന്തതയിൽ തനിക്ക് കൂട്ടായിട്ട് ആ ഏകാവലംബമായിട്ട് ഏകാക്ഷരീപതിയായിരിക്കുന്ന ഭഗവാൻ മാത്രമേയുള്ളൂ എന്ന ബോധ്യം ഗജേന്ദ്രന് വരുന്നു. ഗജേന്ദ്രൻ ഭഗവാനെ വിളിച്ച് സ്തുതിക്കാനായിട്ട് തുടങ്ങി. എങ്ങനെയുള്ള ഭഗവാനെ സ്തുതിച്ചത്? പരബ്രഹ്മസ്വരൂപിയായ വേദങ്ങളിലൊക്കെ സ്തുതിക്കുന്ന ഭഗവാനെ അവിടെ സ്തുതിക്കാൻ തുടങ്ങി. ഓം നമോ ഭഗവതേ തസ്മൈ യതേതച്യുതാത്മകം പുരുഷായാദിബീജായ പരേശായാഭിധീമഹി. ശരീരാദി ജഡപ്രപഞ്ചം പോലും ആരുടെ ചൈതന്യം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്? എല്ലാവർക്കും അന്തര്യാമിയായിരിക്കുന്ന, പ്രകൃതിസ്വരൂപനായിരിക്കുന്ന, അതിനെല്ലാം നിയന്താവായിരിക്കുന്ന ആ ചൈതന്യമൂർത്തിയെ ഞാനിതാ നമസ്കരിക്കുന്നു, ഞാനിതാ ധ്യാനിക്കുന്നു. ഗായത്രി മന്ത്രം പോലെ പരേശായാഭിധീമഹി എന്ന് ഗജേന്ദ്രൻ ചൊല്ലി. യസ്മിന്നിതം യതശ്ചേദം യേനേദം യൈദം സ്വയം യോസ്മാൽ പരസ്മാച്ച പരസ്തം പ്രപദ്യേ സ്വയംഭുവം. ഈ പ്രപഞ്ചം എന്തിലാണോ നിലനിൽക്കുന്നത്, ഏതൊന്നിൽ നിന്നാണോ ഉണ്ടാവുന്നത്, ഏതൊരാളാൽ പ്രവർത്തിക്കുന്നു, ഏതൊന്നിലേക്ക് ലയിക്കുന്നു, ആ ഭഗവാനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ലോകങ്ങളും ലോകപാലന്മാരും സർവകാരണങ്ങളും കാലശക്തിയാൽ നശിച്ചുപോയി. പ്രളയകാലത്ത് അനന്തമായ അന്ധകാരം പടർന്നപ്പോൾ അതിനുമപ്പുറമുള്ള ആ സ്വയം ജ്യോതി പ്രകാശം, ആ സ്വരാട്ട്, ആ ഭഗവാൻ എനിക്ക് രക്ഷയായിട്ട് തീരട്ടെ, എന്നെ രക്ഷിക്കട്ടെ. സത്യത്തിൽ യഥാ നടസ്യാകൃതിഭിർവിചേഷ്ടതോ പറയാണ്, ഒരു നടൻ, ആ നടന്റെ യഥാർത്ഥ സ്വരൂപത്തെ കാണികൾക്ക് മനസ്സിലാവില്ല. ആ വേഷം അഴിച്ചു വയ്ക്കുമ്പോഴാണ് ഇന്നാളാണെന്ന് മനസ്സിലാവുക. ഇതേപോലെ ദേവന്മാരും ഋഷികളും അവിടുത്തെ അറിയുന്നില്ല. അപ്പൊ ഭഗവാനെ അറിയാനും വർണ്ണിക്കാനും എന്നെ പോലുള്ള ഒരു ജീവിക്ക് എങ്ങനെയാ സാധിക്കുക? ആർക്കും അറിയാൻ കഴിയാത്ത ആ അഭൗമ ചൈതന്യത്തെ ഞാനിതാ നമസ്കരിക്കുന്നു. ആ ചൈതന്യം എനിക്ക് രക്ഷയായിട്ട് തീരട്ടെ പറയുന്നു. നിരവധി നിരവധി ഋഷീശ്വരന്മാരെ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചും കൊണ്ട്, ആ പ്രണവസ്വരൂപനെ മാത്രം ധ്യാനിച്ചും കൊണ്ട് വനത്തിൽ ആ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു, തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സർവേശ്വരൻ എനിക്ക് രക്ഷയായിട്ട് തീരട്ടെ. ജന്മമോ കർമ്മമോ നാമമോ ഗുണദോഷങ്ങളോ ഒന്നുമില്ലാതെ എങ്കിലും ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതനായി തൻ്റെ മായ കൊണ്ട് ലീലയാടുന്ന ആ ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. ബ്രഹ്മസ്വരൂപനായ അരൂപനായ അനന്തശക്തിയായ ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. ആത്മപ്രദീപമായിരിക്കുന്ന പരമാത്മാവായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. മനസ്സിനും വാക്കിനും ചിത്തവൃത്തികൾക്കും വിഷയമാവാതെ സുദൂരത്തിൽ വർത്തിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങനെ പറഞ്ഞു ആ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് ഇങ്ങനെ നമസ്കരിക്കുകയാണ്. എങ്ങനെ? മനസ്സുകൊണ്ട്. ഒപ്പം ആ താമരപ്പൂക്കളെ തൻ്റെ തുമ്പിക്കൈ കൊണ്ട് പറിച്ചെടുത്ത് ഭഗവാന് അർച്ചിക്കുന്നത് പോലെ ഗജേന്ദ്രൻ അർച്ചിച്ചും കൊണ്ടേയിരുന്നു. തമക്ഷരം ബ്രഹ്മപരം പരേശമവ്യക്തമാധ്യാത്മികയോഗഗമ്യം അതീന്ദ്രിയം സൂക്ഷ്മമിവാതിദൂരമനന്തമാദ്യം പരിപൂർണമീടെ ഏകാന്തിനോ യസ്യ കഞ്ചനാർത്ഥം വാഞ്ചന്തിയേ വൈ ഭഗവത് പ്രപന്ന അത്യത്ഭുതം തച്ചരിതം സുമംഗളം ഗായന്ത ആനന്ദ സമുദ്രമഗ്നാഹ. പറയാണ് അവിടുത്തെ ആ ദിവ്യമായ ലീലകൾ പാടി 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 ആനന്ദ സമുദ്രത്തിൽ ആറാടിക്കൊണ്ടിരിക്കുന്നു സജ്ജനങ്ങൾ. അവിടുത്തെ പാദങ്ങളിൽ
ആ പരമമായ ബ്രഹ്മത്തിന്റെ പാദങ്ങളിൽ ഞാനിതാ വീട് നമസ്കരിക്കുന്നു, ഞാനിതാ സ്തുതിക്കുന്നു. ബ്രഹ്മാദിദേവകള് യസ്യ ബ്രഹ്മാദയോ ദേവ വേദാലോകാശ്ചരാചര നാമരൂപ വിഭേദേന ഭല്യാച കലയാ കൃത. ബ്രഹ്മാദിദേവന്മാര്, വേദങ്ങള്, ലോകങ്ങളൊക്കെ തന്നെ ഏതൊരാളുടെ ചെറിയൊരു അംശം കൊണ്ട് പല പല നാമങ്ങളാൽ അറിയപ്പെടുന്നു. ആ ഭഗവാന് അടിയന്റെ നമസ്കാരം, അടിയന്റെ നമസ്കാരം. അവിടുന്ന് സ്ത്രീയാണോ? അല്ല. അവിടുന്ന് പുരുഷനാണോ? അല്ല. അവിടുന്ന് ഷണ്ഡനാണോ? അല്ല. അങ്ങ് ജന്തുവാണോ? ഒന്നുമല്ല. അവിടുന്ന് ആരാണ്? അവിടുന്ന് നിത്യസത്യമാണ്, ഒരിക്കലും നശിക്കാത്ത അനശ്വരമായ നിത്യസത്യമാണ് അവിടുന്ന്. ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ദേഹങ്ങൾ തുടങ്ങി സകല ഗുണകാര്യങ്ങളും ഉണ്ടാവുകയും അതിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. അത് ആ ഭഗവാനാണ് എന്ന് പറയുന്നു. ഇങ്ങനെ ആ നേതി നേതി ഇതല്ല 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 എന്ന് പറഞ്ഞ് മാറ്റി 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 അവസാനം നിഷേധാവധിയായിട്ടുള്ള ആ സച്ചിദാനന്ദ സ്വരൂപൻ എന്നെ രക്ഷിക്കട്ടെ. ഇവിടെ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കണില്ല ഭഗവാനെ. ഞാൻ അവിടുത്തെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കണത് എന്തിനു വേണ്ടിയിട്ടാ? ജിജീവിഷേ നാഹമിഹാമുയാകിമന്തർബഹിഷ്ടാവൃതയേ ഭയോന്യ ഇച്ഛാമി കാലേന നയസ്യ വിപ്ലവ തസ്യാത്മലോകാവരണസ്യ മോക്ഷം. ഈ ഗജശരീരം, അകത്തും പുറത്തും അജ്ഞാനം മാത്രം നിറഞ്ഞിട്ടുള്ള ഈ ശരീരം എനിക്ക് വേണമെന്നില്ല ഭഗവാനെ. പിന്നെയോ ആത്മതത്വം മറയ്ക്കുന്ന ഈ അജ്ഞാനബന്ധത്തിന്റെ നാശം, അതാണ് ഞാൻ ഭഗവാനെ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ അവിടുത്തെ പാദങ്ങളിൽ വീണിതാ നമസ്കരിക്കുന്നത്. ഭഗവാനെ ഞാനിതാ നമസ്കരിക്കണു, ഭഗവാനെ ഞാനിതാ നമസ്കരിക്കണു. അങ്ങനെ ആ കണ്ണുനീര് നിറഞ്ഞ ആ താമരക്കുളത്തിൽ അതിൻ്റെ അഗാധതയിലേക്ക് ഗജേന്ദ്രൻ ആണ്ട് പോകുമ്പോ എന്താ ഭഗവാനെ വരാത്തത്? ഓടിവരണേ ഓടിവരണേ എന്ന് ഉള്ളു ചുട്ടു വിളിച്ചപ്പോ ഏവം ഗജേന്ദ്രമുപവർണിത നിർവിശേഷം ബ്രഹ്മാദയോ വിവിധലിംഗഭിതാഭിമാന നൈതേയതോപസസുനിഖിലാത്മകത്വാൽ തത്രാഖിലാമരമയോ ഹരിരാവിരാസി. അങ്ങനെ സ്വരൂപഭേദങ്ങളിൽ അഭിമാനിച്ചിരിക്കുന്ന ബ്രഹ്മാദിദേവന്മാര് നിർഗുണ ബ്രഹ്മമായിരിക്കുന്ന ഭഗവാനെ സ്തുതിക്കണ കേട്ടപ്പോ ഇത് നമ്മളെ അല്ലാതെ മനസ്സിലാക്കി അവരാരും വന്നില്ല. ഭഗവാനോ ഭൂരി കാരുണ്യവേഗാൽ ഭഗവാൻ അവിടെ ദാ വന്ന് ഗജേന്ദ്രനെ അനുഗ്രഹിക്കുന്നു. പറഞ്ഞു, തം തദ്വദാർത്ഥമുപലഭ്യ ജഗന്നിവാസ സ്തോത്രം നിശമ്യതി വിജയ് സഹ സംസ്തുവദ്ഭി ഛന്ദോമയേന ഹരേ ഗരുഡേന സമുഹ്യമാനശ്ചക്രായുധോഭ്യഗമദാശു യതോ ഗജേന്ദ്ര. ഭഗവാനോട് ആ ഗജേന്ദ്രന് വേഗത പോരാൻ തോന്നി ഭഗവാൻ എന്നാണ്. അവിടുന്ന് ഇങ്ങോട്ട് ചാടി ഇറങ്ങിയത്രേ ഭഗവാൻ. ചക്രായുധധരനായിരിക്കുന്ന ആ ഗജേന്ദ്രൻ ആ ഭഗവാനെ കണ്ട് ഗജേന്ദ്രൻ ആ ഇപ്പൊ താന്ന് പോണു എന്നിങ്ങനെ തോന്നുന്ന സമയത്ത് അതിവേഗത്തിൽ ഭഗവാൻ എത്തി. എന്നിട്ടോ ആ ആകാശത്തിൽ ഗരുഡന്റെ പുറത്തിരിക്കുന്ന ഭഗവാനെ ഇങ്ങനെ കണ്ടു. സുദർശനം കയ്യിലുണ്ട്, താമരപ്പൂ കയ്യിലുണ്ട്. ആ താമരപ്പൂ കൊണ്ട് ഭഗവാനെ ഇങ്ങനെ അർച്ചിച്ചപ്പോ സുദർശനം നൽകിക്കൊണ്ട് സുദർശനത്തെ ആ മുതലയുടെ കഴുത്തിലേക്ക് അങ്ങോട്ട് അയച്ചു. ആദ്യം മുതലയ്ക്ക് മോക്ഷം കൊടുത്തു. തൻ്റെ ഭക്തന്റെ പാദം പിടിച്ച ആളാണ്. അപ്പൊ ആദ്യം പൊക്കോട്ടെ എന്ന് വിചാരിച്ച് ഭഗവാനിതാ ആ മുതലയുടെ കഴുത്തെറുത്തു. ഗജേന്ദ്രൻ അവിടുന്ന് വിളിച്ചു, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഈ 14 അക്ഷരങ്ങൾ 14 ലോകങ്ങളുടെയും നാഥനായിരിക്കുന്ന ഭഗവാൻ കേട്ട് പതിയെ 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 ആ ഗജേന്ദ്രനെ കൈപിടിച്ചുകൊണ്ട് ഉയർത്തി. ആ മുതലയുടെ പിടിവിട്ടതോടുകൂടി ഗജേന്ദ്രനെ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ എളുപ്പമായി. എല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കണു, എല്ലാവരും തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കണു. തനിക്ക് ഏകാവലംബം ഈ ഭഗവാൻ തന്നെയാണ് എന്ന് തിരിച്ചറിയണു. താം വീക്ഷ്യ പീഡിതവജ സഹസാവതീര്യ സഗ്രാഹമാശു സരസകൃപയോജ്ജഹാര ഗ്രാഹാദ്വിപാടിത മുഖാദരിണാ ഗജേന്ദ്രം സംപശ്യതാം ഹരിരമോമുരുശ്രയാം. ആ മുതലേ നിഗ്രഹിച്ചു ഭഗവാൻ. ഗജേന്ദ്രന്റെ കയ്യിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തിയപ്പോ പ്രാപ്തോ ഭഗവതോ രൂപം പീതവാസാശ്ചതുർഭുജ.
ഭഗവാൻ കൈപിടിച്ചുകൾ ഉയർത്തിയതോടുകൂടി ഗജേന്ദ്രൻ കരിരൂപം വിട്ട് ഹരിരൂപത്തിലേക്ക് എത്തിച്ചേർന്നു. ശംഖചക്ര ഗദാപൽപ്പങ്ങൾ ധരിച്ച് മഞ്ഞപ്പട്ടുടുത്ത് ഗജേന്ദ്രൻ ഭഗവാനും ഭക്തനും ഒന്നായി തീർന്ന അത്ഭുതകരമായിട്ടുള്ള കാഴ്ച. അവിടെ ശ്രീ ശിവബ്രഹ്മർഷി ഇതിൻ്റെ ഫലശ്രുതി പറഞ്ഞത് കൂടാതെ ഭഗവാൻ ഇതിൻ്റെ ഫലശ്രുതി പറഞ്ഞു. ഇതേക്കുറിച്ച്, ഈ ഗജേന്ദ്രമോക്ഷത്തെക്കുറിച്ച്, ഗജേന്ദ്രനെക്കുറിച്ച്, എന്നെക്കുറിച്ച്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തിനെങ്കിലും കുറിച്ച് ഒന്ന് യേ മാം ത്വാം ച സരശ്ചേദം ഗിരിഗന്ധരകാനനം, ഈ പർവ്വതത്തെക്കുറിച്ച്, ഈ വനത്തെക്കുറിച്ച്, ഇതിലെ ഗുഹകള്, മുള, ചൂരൽ, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ സ്ഥാനങ്ങളായിരിക്കുന്ന കൊടുമുടികൾ, ക്ഷീരസമുദ്രം, എനിക്ക് പ്രിയപ്പെട്ട ശ്വേതദ്വീപം എന്ന് വേണ്ട ശ്രീവത്സം, കൗസ്തുഭം, വനമാല, കൗമോദകി, സുദർശനം, പാഞ്ചജന്യം, ഇതിലെ ഏതിനെങ്കിലും പ്രഭാതത്തിൽ സ്മരിച്ചാൽ അത്രയാണ്. ഭഗവാൻ കാരുണ്യം വാരിക്കോരി കൊടുക്കുകയാണ്. താൻ എത്താൻ വൈകിയോ, ഭൂരി കാരുണ്യവേകാൽ എന്നാണ് പറയുന്നതെങ്കിൽ താൻ വൈകിയോ എന്ന് തോന്നി ഭഗവാന്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട സകല ആളുകൾക്കും മോക്ഷം കിട്ടും. ഇത് ജപിച്ചാൽ, ഇത് സ്മരിച്ചാൽ, ഇത് കീർത്തിച്ചാൽ, ഇതിനെ അനുമോദിച്ചാൽ. ദദാമി വിമലാം മതി, മരണസമയത്ത് അവർക്ക് ഞാൻ പരിശുദ്ധമായ ജ്ഞാനം കൊടുത്ത് അനുഗ്രഹിക്കും. ഭക്തകവി വാഴകുന്നം പാടുന്നത് പോലെ രണ്ടു താക്ഷ്യന്മാരിലേറി രണ്ടു പേരുമോപ്പം അല്ലലെന്നെ പരസ്പരം സല്ലപിച്ചും കൊണ്ട് നീലവർണ്ണം ചേർന്ന വാനിൽ ചേലിയേറ്റി പൊങ്ങി. ആകാശവീതിയിലേക്ക് രണ്ട് ഗരുഡന്മാരുടെ പുറത്തും രണ്ട് ആ ഭഗവത് ചൈതന്യങ്ങള്, ഭക്തനും ഭഗവാനും ആരാര് എന്ന് തിരിച്ചറിയാതെ തൻ്റെ ആ സ്വരൂപത്തെ മുഴുവൻ നൽകിക്കൊണ്ട്, സാരൂപ്യമുക്തി നൽകിക്കൊണ്ട് ഭഗവാൻ ഗജേന്ദ്രനെയും കൊണ്ട് വൈകുണ്ഠത്തിലേക്ക് യാത്രയായി എന്ന് പറഞ്ഞാണ് ശ്രീ ശിവബ്രഹ്മർഷി ആ രംഗം അവിടെ ഉപസംഹരിക്കുന്നത്. അഷ്ടമസ്കന്ധത്തിൽ ഗജേന്ദ്രമോക്ഷം എന്നുള്ള കഥ പറഞ്ഞതിന് ശേഷം ആനയെ രക്ഷിച്ച ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ കഥ ഗജേന്ദ്രമോക്ഷം. ആനയാൽ ആമയം വന്നു ചേർന്ന ദേവന്മാർക്ക് ആ ആമയത്തെ ഇല്ലാതെയാക്കാൻ ആമയായി അവതരിച്ച കഥയാണ് പിന്നീട് നമ്മൾ കേട്ടത്. ദുർവാസസിന്റെ ശാപം കൊണ്ട് ദേവേന്ദ്രന് ഐശ്വര്യം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. എപ്പോഴാ ഈ കഥ പറയണത്? 4-ാമത്തെ മന്വന്തരത്തിൽ, താമസമന്വന്തരത്തിൽ ഭഗവാൻ ഹരിയായി അവതരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം താമസന്റെ സഹോദരനായിരിക്കുന്ന രൈവത മന്വന്തരമാണ് 5-ാമത്തെ മന്വന്തരം. ഈ മന്വന്തരത്തിൽ ഭഗവാൻ ശുഭ്രന്റെ പത്നിയായിരിക്കുന്ന വികുണ്ഠയിൽ വൈകുണ്ഠൻ എന്ന പേരിൽ അവതരിച്ചു. ലക്ഷ്മി ദേവിയുടെ ആഗ്രഹമനുസരിച്ച് വൈകുണ്ഠ ലോകത്തെ ഭഗവാൻ നിർമ്മിച്ചു. പറഞ്ഞു, ഈ വൈകുണ്ഠമൂർത്തിയുടെ അപദാനങ്ങളെ വർണ്ണിക്കാൻ സാധിക്കില്ല. ഭൂമിയിലെ മൺതരികളെ എണ്ണി നോക്കാം, വിണ്ണിലെ ആകാശത്തിലെ ആ താരകങ്ങളെ എണ്ണി നോക്കാം. പക്ഷേ വൈകുണ്ഠമൂർത്തിയുടെ അപദാനങ്ങൾ ചൊല്ലിത്തീരുക എന്നൊന്നില്ല. പിന്നീട് പറഞ്ഞു, ചക്ഷുസിന്റെ പുത്രനായിരിക്കുന്ന, അതുകൊണ്ട് തന്നെ ചാക്ഷുഷൻ എന്ന് അറിയപ്പെടുന്ന മനു 6-ാമത്തെ മനുവായി. ഈ സന്ദർഭത്തിൽ ഇന്ദ്രൻ മന്ത്രദ്യുമ്നൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അതിൽ തന്നെ ആ ഹവിഷ്മാൻ, വീരകൻ തുടങ്ങിയവര് സപ്തർഷിമാരായിട്ട് നിൽക്കുന്നു. ആ മന്വന്തരത്തിലാണ് ഭഗവാൻ വൈരാജന്റെയും സംഭൂതയുടെയും പുത്രനായി അജിതൻ എന്ന പേരിൽ അവതരിച്ചു. ക്ഷീരസമുദ്രം കടഞ്ഞ് ദേവന്മാർക്ക് അമൃത് നൽകി പാൽക്കടലിൽ കറങ്ങി താഴാൻ പുറപ്പെട്ട ആ മന്ദരപർവ്വതത്തെ ഭഗവാൻ ആമയുടെ രൂപത്തിൽ വന്ന് ഉയർത്തിക്കൊടുത്തു എന്ന് പറഞ്ഞപ്പോ പരീക്ഷിത്ത് പറഞ്ഞു, എങ്കിൽ ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പോരാ. ഭഗവാൻ ക്ഷീരസമുദ്രം എങ്ങനെയാണ് കടഞ്ഞത്, എന്തിനു വേണ്ടിയാണ് കടഞ്ഞത്, ദേവന്മാർക്ക് അമൃതം എങ്ങനെയാണ് കിട്ടിയത്, അതൊക്കെ എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട്. അതുകൊണ്ട് ത്രയാ സംഗധ്യമാനേന മഹിംനാ സാത്വതാമ്പതേ നാദിതൃപ്യതി മേ ചിത്തം സുചിരം താപതാപിതം. അങ്ങ് പറഞ്ഞ ഈ ഭഗവാന്റെ കഥകൾ കേട്ടിട്ട് ഏറെക്കാലമായി സാംസാരികമായിട്ടുള്ള ദുഃഖത്തിൽ തപിക്കപ്പെട്ടുകൊണ്ടിരുന്ന എൻ്റെ മനസ്സ് അവിടുത്തെ ആ മഹിമ, ആ
വർണ്ണനകൾ കേട്ടിട്ട് എനിക്ക് തൃപ്തി വരുന്നില്ല. ഒരു ശ്രോതാവിന് അവശ്യമുണ്ടായിരിക്കേണ്ട ഗുണമാണ് കേട്ടിട്ടും 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 മതി വരാതിരിക്കുക. വീണ്ടും വീണ്ടും സ്വാദുസ്വാദും പതേ പതേ, ഓരോ പദത്തിലും സ്വാദേറുന്ന ഭാഗവതാമൃതത്തെ എനിക്ക് മതിയായില്ല എന്ന് തോന്നാറാവണം. പരീക്ഷിത്ത് ഇത് പറഞ്ഞു തരികയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദൈവായനപുത്രനായിരിക്കുന്ന ശിശുബ്രഹ്മർഷി ആ കഥ പറഞ്ഞു. അതാണ് പാലാഴി മഥനം എന്നുള്ള കഥ. ദുർവാസസിന്റെ ശാപം കൊണ്ട് മാത്രമേ ഭാഗവതം പറയുന്നുള്ളൂ. അത് എന്താണ് ശാപത്തിന് കാരണം എന്നുള്ളതൊന്നും പറയുന്നില്ല. നമ്മൾ കേട്ടിട്ടുള്ളത് ചില ദേവസുന്ദരികൾ ദുർവാസസിന് കൽപ്പപൂമാല കൊടുത്തു എന്നും അത് ദുർവാസസ് ദേവേന്ദ്രന് നൽകിയെന്നും ദേവേന്ദ്രന്റെ കയ്യിൽ കിട്ടിയ ആ മാല ദേവേന്ദ്രൻ തൻ്റെ വാഹനമായിരിക്കുന്ന ഐരാവതത്തിന്റെ മസ്തകത്തിൽ വെച്ചു എന്നും അതിലേക്ക് വണ്ടുകൾ പറന്നു വന്നപ്പോൾ ഐരാവതത്തിന് ദേഷ്യം വന്ന് ആ മാലയെ വലിച്ച് താഴെയിട്ട് ചവിട്ടി അരച്ചു. ദുർവാസസിന് ദേഷ്യം വന്നു. സത്യത്തിൽ ഇതും പാടില്ലാത്തതാണ്. കാരണം എന്താ? ഒരാൾക്കൊരു വസ്തു കൊടുത്താൽ പിന്നെ അതിൽ നമുക്ക് നമ്മുടെ ഉടമസ്ഥാവകാശം ഇല്ല. പക്ഷേ ദുർവാസസ് അങ്ങനെ തീരുമാനിച്ചു, ശപിച്ചു. അതും ഭഗവാന്റെ സങ്കല്പമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ സുഖസൗകര്യങ്ങളിൽ ഇരുന്നപ്പോൾ ദേവന്മാർക്കൊക്കെ തന്നെ കുറച്ച് ആ മടിയും അലസതയും ഒക്കെ വന്നിട്ടുണ്ട്. അതൊന്ന് മാറ്റണം, അവരെ ഒന്ന് ഇളക്കിയെടുക്കണം. ഭഗവാൻ തീർച്ചപ്പെടുത്തി. ഏതായാലും ജരാനരകൾ ബാധിച്ചു. അവര് ദേവേന്ദ്രന്റെ നേതൃത്വത്തിൽ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ചെന്നു. ബ്രഹ്മാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പാലാഴിയുടെ തീരത്ത് പോയി ആ ഭഗവാനെ ഭജിക്കുക. അത് മാത്രമേ നമുക്ക് വഴിയുള്ളൂ. അങ്ങനെ വേദമന്ത്രങ്ങളെ കൊണ്ട് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുന്നു. അവിടെ അവിക്രിയം സത്യമനന്തമാദ്യം ഗുഹാശയം നിഷ്കളമപ്രദർക്യം മനോഗ്രയാനം വചസാനിരുക്തം നമാമഹേ ദേവവരം വരേണ്യം യക്ഷുരാസീൽ തരണിർദേവയാനം ത്രയീമയോ ബ്രഹ്മണ ഏഷധിഷ്ണ്യം ദ്വാരം ച മുക്തേരമൃതം ച മൃത്യു പ്രസീദത മഹാവിഭൂതി. ഇവിടെ പറയാണ്, ആ ഭഗവാനെ, മഹാവിഭൂതിയായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. പ്രസീദതാം സ മഹാവിഭൂതി. ഇങ്ങനെയാണ് ഓരോ ശ്ലോകങ്ങളും അവസാനിക്കുന്നത്. അങ്ങനെ ഭഗവാനെ സ്തുതിച്ചപ്പോഴോ ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. തേഷാമാവിരഭൂദ്രാജൻ സഹസ്രാർക്കോദയവിധി. പരീക്ഷിത്തെ ആ ദേവന്മാരുടെ മുമ്പിൽ, ബ്രഹ്മാവിനെ മുൻനിർത്തി സ്തുതിക്കുന്ന ദേവന്മാരുടെ മുമ്പിലേക്ക് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. 1000 ഉദയസൂര്യപ്രഭയോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് ദേവന്മാർക്ക് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കാൻ സാധിച്ചില്ല. ആദ്യം ഭഗവാൻ തൻ്റെ ആ ചൈതന്യത്തെ ഒന്ന് കുറച്ചു. അപ്പോ നല്ല പോലെ കണ്ടു. തപ്തഹേമാവതാദേന ലസൽകൗശേയവാസസാ പ്രസന്ന ചാരു സർവാംഗിം സുമുഖിം സുന്ദരം ഭ്രുവം മഹാമണികിരീടേന കേയൂരാഭ്യാം ച ഭൂഷിതാം കർണാഭരണനിർഭാത കപോല ശ്രീമുഖാംബുജാം കാഞ്ചീകലാപവലയഹാരനൂപുരശോഭിതാം കൗസ്തുഭാഭരണാം ലക്ഷ്മീം ബിഭ്രതിം വനമാലിനിം. ഗംഭീരമായിട്ടുള്ള ഭഗവാന്റെ സ്വരൂപം അതിങ്ങനെ കണ്ടു. വീണിങ്ങനെ നമസ്കരിച്ചു. ബ്രഹ്മാവിന്റെ സ്തുതി വീണ്ടും തുടർന്നു. അജാത ജന്മസ്ഥിതി സംയമായ ഗുണായ നിർവാണ സുഖാർണവായ അണോരണിന്നേ പരിഗണ്യധാംനേ മഹാനുഭാവായ നമോ നമസ്തേ. ബ്രഹ്മാവിന്റെ സ്തുതിയൊക്കെ കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, ദേവന്മാരെ, നിങ്ങൾ വന്നതിൻ്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾ എന്ത് വേണം? ഹേ ബ്രഹ്മാവേ, മഹാദേവ, ദേവേന്ദ്ര, നിങ്ങളൊക്കെ ഞാൻ പറയണത് കേൾക്കുക, അതേപോലെ ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഈ ഐശ്വര്യമൊക്കെ തിരിച്ചു കിട്ടും. ഇപ്പൊ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? നിങ്ങളിപ്പോ ജരാനരകൾ ബാധിച്ചു, അസുരന്മാർ നിങ്ങളെ തോൽപ്പിച്ചു ഓടിച്ചു. അപ്പോൾ അതേ അസുരന്മാരുമായിട്ട് നിങ്ങൾ സന്ധി ചെയ്യണം. ദേവേന്ദ്രൻ ബ്രഹ്മാവിന്റെ മുഖത്തേക്ക് നോക്കി, ബ്രഹ്മേശ്വരായിരിക്കുന്ന ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി. സംശയം. കാരണം എന്താ? അവര് തോൽപ്പിച്ചോടിച്ചിട്ടാണ്, രക്ഷ തേടിയിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പൊ ഭഗവാൻ പറയാം, അവരുടെ അടുത്തേക്ക് തന്നെ പോകണം, അവിടെ ചെന്ന് സന്ധി ചെയ്യണം, പാലാഴി മഥനം ചെയ്യണം, മന്ദരപർവ്വതത്തെ കടകോലാക്കണം, വാസുകിയെ കയറാക്കണം. ഇതൊക്കെ പറഞ്ഞു ഭഗവാൻ, സഹായേന മയാദേവ നിർമ്മമന്ധധ്വമദ്രിത. നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ സഹായം കൊണ്ട് ആ പർവ്വതത്തെ പാലാഴിയിലിട്ട് മഥനം ചെയ്യണം.
നിങ്ങൾക്ക് എല്ലാ ഫലവും കിട്ടും. അസുരന്മാർക്ക്, എന്നിൽ ഭക്തിയില്ലാത്തവർക്ക് ക്ലേശം മാത്രം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് സംശയമുണ്ട് എങ്ങനെയായി ശത്രുക്കളായിട്ട് പോയി സന്ധി ചെയ്യാം എന്നാണെങ്കിൽ ആപത്ത് സമയത്ത് ഇങ്ങനെയൊക്കെ പതിവുണ്ട്. പിന്നെ ഈ അസുരന്മാരുടെ ചക്രവർത്തി ഇപ്പൊ മഹാബലിയാണ്, പ്രഹ്ലാദന്റെ പൗത്രനാണ്, വിരോചനന്റെ പുത്രനാണ്. അദ്ദേഹത്തിന്റെ യുദ്ധവും സമാധാനവും സന്ധിയും ഒക്കെ എപ്പോഴാണ് വേണ്ടത് നല്ലപോലെ അറിയും. വേഗം പൊക്കോളൂ, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇവിടെ പറയുകയാണ് ഇങ്ങനെയുള്ള അപകടസ്ഥിതികളിലൊക്കെ ചിലപ്പോൾ എലിയും പാമ്പും തമ്മിൽ ചിലപ്പോൾ സന്ധി ഉണ്ടാവാറുണ്ട്. കാരണം ഒരു പാമ്പ് എലിയുടെ കൂട്ടിൽപ്പെട്ടു, എലിക്കണിയിൽ പെട്ടു, രണ്ടുപേരും വെട്ടാൻ്റെ ഉള്ളിൽ കിടക്കുക. പാമ്പ് എലിയെ തിന്നല്ല ചെയ്യുക, എന്തെങ്കിലും വഴിയിലൂടെ ഈ കെണി മുറിച്ച് പുറത്തേക്ക് കിടക്കാൻ പറ്റുമെന്നാണ് നോക്കുക. അപ്പോൾ ആപത്ത് സമയത്ത് ഇങ്ങനെ സന്ധിയൊക്കെ ഉണ്ടാവാറുണ്ട്. ചെന്നോളൂ. പിന്നെ അവിടെ കാളകൂട വിഷം ഉണ്ടാവുമ്പോൾ പേടിക്കേണ്ട. പല വിശേഷമായിട്ടുള്ള വസ്തുക്കളും പാലാഴിയിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ അതിൽ ലോഭവും വരുത്, അത്യാർത്തി കാണിക്കരുത് ദേവേന്ദ്രനോട് പറഞ്ഞു. ദേവേന്ദ്രൻ അശ്വിനി ദേവന്മാരോടൊക്കെ കൂടി അവിടെ ചെന്നു. ആ മഹാബലിയെ കണ്ടു. മഹാബലി തൻ്റെ ആളുകളെയൊക്കെ വിളിച്ചു. അവരോടൊക്കെ ചോദിച്ചു, എന്താ വേണ്ടത്? ദേവേന്ദ്രൻ ഇങ്ങനെ വന്നിട്ടുണ്ട്, നമ്മളോട് സന്ധി ചെയ്യാനായിട്ടാണ് വന്നേക്കണത്. ശമ്പരൻ, അരിഷ്ടനേമി തുടങ്ങിയവരെയൊക്കെ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ശരി, ഞങ്ങൾക്കും അമൃത് കിട്ടുമെങ്കിൽ ഞങ്ങൾ വരാം. ദേവേന്ദ്രൻ പറഞ്ഞു, ഓ ശരി, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. എന്നാൽ ശരി എന്ന് പറഞ്ഞ് അവരിതാ ആ മന്ദരപർവ്വതത്തെ ഉയർത്തിക്കൊണ്ടുവരാണ്. ഭഗവാൻ എപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, എന്നെ വിചാരിച്ചോളണം എപ്പോഴും, അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തരും. ജീവിതയാത്രയിൽ ഇത്തരത്തിൽ ആ മാനാപമാനങ്ങളുടെ അല്ലെങ്കിൽ ശരിതെറ്റുകളുടെ അതല്ലെങ്കിൽ പുരസ്കാര തിരസ്കാരങ്ങളുടെ ഇത്തരം ദ്വൈതങ്ങളുടെ സുഖദുഃഖങ്ങളുടെ ഒക്കെ ഈ ദേവാസുര മഥനം നടക്കുമ്പോൾ അതിൽ നിന്ന് ഭഗവത് അനുഗ്രഹമാകുന്ന അമൃത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ദേവനായി ദൈവിക ഭാവത്തിൽ നിൽക്കണം, അസുരനായി നിൽക്കാൻ പാടില്ല. അപ്പോൾ ഫലം കിട്ടില്ല, ക്ലേശം മാത്രമേ ഉണ്ടാവുള്ളൂ. അസുരനായാൽ ദേവന്മാരാവുമ്പോഴോ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരുന്നാൽ എന്നിട്ട് സ്വകർമ്മങ്ങളെ വേണ്ടതുപോലെ അനുഷ്ഠിച്ചാൽ അവർക്ക് അമൃത് കിട്ടുക തന്നെ ചെയ്യും എന്ന് കാണിക്കുകയാണ്. അങ്ങനെ മന്ദരപർവ്വതത്തെ അവരെ ശക്തിവാന്മാരായിട്ടുള്ള അസുരന്മാരോട് കൂടി ഉയർത്തിക്കൊണ്ടുപോയി അവർക്ക് തോന്നി ഇതൊക്കെ നമുക്ക് പറ്റും. മന്ദരപർവ്വതത്തെ ഉയർത്തുക പറഞ്ഞാൽ അത്ര വലിയ വിഷമമൊന്നുമില്ല എന്നാണ് അവർ വിചാരിച്ചത്. പെട്ടെന്ന് മന്ദരപർവ്വതം താഴേക്ക് അങ്ങോട്ട് വീണു. അവരെടുത്തുകൊണ്ടുവന്ന മന്ദരപർവ്വതം താഴേക്ക് വീണു. ചൂർണയാമാസ മഹതാ ഭാരേണ കനകാചലം ബഹുന അമരദാനവാൻ. കുറേ ദേവന്മാരും അസുരന്മാരൊക്കെ പൊടിപൊടിയായി തീർന്നു ഈ മന്ദരപർവ്വതത്തിൻ്റെ അടിയിൽ പെട്ടു. ഭഗവാനെ വിളിച്ചു. ഈക്ഷയാ ജീവയാമാസ. നോക്കൂ, ഭഗവാൻ മരിച്ചുപോയവരെ ജീവിപ്പിച്ചു. എങ്ങനെ? ഈക്ഷയാ, തൻ്റെ ഒരു നോട്ടം കൊണ്ട്. അങ്ങനെയുള്ള ആൾക്ക് ദേവന്മാരുടെ ജരാനരകൾ മാറ്റാൻ വല്ല വിഷമമുണ്ടോ? ഒരു വിഷമമില്ല. പക്ഷേ മാറ്റിയില്ല, കുറച്ച് പണിയെടുക്കട്ടെ എന്ന് ഭഗവാനും വിചാരിച്ചു. അങ്ങനെ വേണം കരുതാൻ. ഏതായാലും ഭഗവാൻ അവിടെ വന്നു, അവരെല്ലാവരെയും ജീവിപ്പിച്ചു, അവരുടെ വ്രണങ്ങളൊക്കെ മാറ്റിക്കൊടുത്തു. അതിനുശേഷം ഏകഹസ്തേന ലീലയാ, ഒറ്റ കൈകൊണ്ട് ആ മന്ദരപർവ്വതത്തെ ഉയർത്തി ഗരുഡന്റെ മുകളിൽ വെച്ചു, പാലാഴിയുടെ തീരത്ത് കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം ഭഗവാൻ അവിടുന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തു. ദേവാസുരന്മാര് ആരംഭിച്ചു മഥനത്തിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ആ സമയത്ത് വാസുകിയെ കൊണ്ടുവന്നു. വാസുകി കയറാവാൻ തയ്യാറായി. തനിക്കും അമൃത് കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ അങ്ങനെ കയറായിട്ട് വാസുകി, കടകോലായിട്ട് മന്ദരപർവ്വതം. അപ്പോൾ കയറായിട്ട് വാസുകി വന്ന് നിന്നപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ആദ്യം തന്നെ പോയി ഹരിപുരസ്ഥാൽ ജഗൃഹേ പൂർവം ദേവാസ്തോ ഭവൽ. ഭഗവാൻ ആദ്യം പോയി വാസുകിയുടെ തല പോയി പിടിച്ചു. ദേവന്മാരും ഭഗവാൻ പിടിച്ചപ്പോൾ തലയ്ക്ക് ദേവന്മാർ വന്ന് പിടിച്ചു. അപ്പോഴേക്കാണ് അസുരന്മാർ വരുന്നത്. ഒരു വലിയ കേമന്മാര്. കാരണം യുദ്ധമൊക്കെ ജയിച്ച ആളുകൾ അല്ലേ, ജയിച്ചു കഴിഞ്ഞാൽ കുറച്ച് അഹങ്കാരം വരും. ഇപ്പോഴത്തെ ആളുകൾക്കും അങ്ങനെ തന്നെയാണ്. ജയം കഴിഞ്ഞാൽ പിന്നെ താനാണ് ഏറ്റവും വലിയ കേമൻ തോന്നും. ഇങ്ങനെ തോന്നിയിട്ട് പറഞ്ഞു, നിങ്ങളെന്താ ചെയ്യണത്? ഞങ്ങളിതാ തല പിടിച്ചേക്കണു. തല പിടിക്കാൻ നിങ്ങളല്ല, ഞങ്ങളാണ് ഞങ്ങൾ യോഗ്യന്മാര്. എന്നാ ഗൃഹീമോ വയം പുച്ഛമഹേരംഗമംഗളം. ഈ പാമ്പിന്റെ വാല് പിടിക്കുക എന്ന് പറഞ്ഞാൽ അമംഗളകരമായിരിക്കുന്ന വസ്തു ഞങ്ങൾ തൊടുന്നില്ല. ഞങ്ങൾ തല പിടിക്കുന്ന ആളുകളാണ്. ഞങ്ങളല്ലേ ആദ്യം പിടിച്ചത് തല? ദേവന്മാർ ചോദിച്ചു, നിങ്ങൾ ആദ്യം പിടിച്ചോ അവസാനം പിടിച്ചോ എന്നൊന്നും ഞങ്ങൾ നോക്കണില്ല. ഞങ്ങൾ നിങ്ങളുടെ കൂടെ സന്ധി വേണം എന്നുണ്ടെങ്കിൽ, ഞങ്ങൾ നിങ്ങളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ എന്തു വേണം? ഞങ്ങൾ തല പിടിക്കാൻ സമ്മതിക്കണം.
സർവോപായ വിധീശ്വര. ഭഗവാൻ ഒന്ന് ചിരിച്ചു. എന്നാൽ പിന്നെ നിങ്ങൾ തന്നെ തല പിടിച്ചോളൂ, ഞങ്ങൾ വാല് പിടിക്കാമെന്ന് പറഞ്ഞ് ഭഗവാനും അതേപോലെ ദേവന്മാരും കൂടി വാല് പിടിക്കാനായിട്ട് പോയി. ഭഗവാൻ പോയപ്പോൾ ദേവന്മാരും ഒപ്പം പോയി അല്ലേ. മുംബൈ ഗമിച്ചിടുന്ന ഗോവ് തന്നെ, ഈ മുംബൈ ഗമിക്കുന്ന ഈ ഭൂപതിയായിരിക്കുന്ന വേദങ്ങളുടെ പതിയായിരിക്കുന്ന ആ ഭഗവാന്റെ പിന്നാലെ ദേവന്മാർ പോയി. അവർ വാല് പിടിച്ചു. ഭഗവാൻ മനസ്സിലായി, ദേവന്മാര് പാമ്പിന്റെ വാല് പിടിക്കും, അസുരന്മാര് പുലിവാല് പിടിക്കും. അത് എപ്പോഴാണ് ഉണ്ടാവാൻ പോണത്? ഇനി മഥനം തുടങ്ങിക്കഴിഞ്ഞാൽ. മഥനം തുടങ്ങിക്കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ വാസുകിയുടെ മുഖത്തു നിന്ന് ചൂടുള്ള കാറ്റ് പുറത്തേക്ക് വരാൻ തുടങ്ങി. വിഷക്കാറ്റാണ് പുറത്തേക്ക് വരുന്നത്. അസുരന്മാർ നല്ലപോലെ കഷ്ടപ്പെട്ടു. ഈ കഷ്ടപ്പാടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പോയി തല പിടിച്ചത്. ആദ്യം പോയി ദേവന്മാർ വാല് പിടിച്ചിരുന്നെങ്കിൽ അസുരന്മാർ പറയും ഞങ്ങൾ വാല് പിടിച്ചോളാം, ഞങ്ങൾക്ക് തല പിടിക്കാൻ പറ്റില്ല. ഇതൊക്കെ ആസുരീയമായിട്ടുള്ള സ്വഭാവമാണ്. നമ്മളിലും ഇടയ്ക്ക് ദേവനും ഇടയ്ക്ക് അസുരനും ഇടയ്ക്ക് രാക്ഷസനൊക്കെ പുറത്തേക്ക് വരും. സത്വഗുണാധിക്യത്തിലിരിക്കുമ്പോൾ ദേവന്റെ പോലെയൊക്കെ പെരുമാറും. ഗുണങ്ങളിൽ മാറ്റം വരുമ്പോൾ അതേപോലെ സ്വഭാവത്തിൽ മാറ്റം വരും. രാക്ഷസനെ പോലെ മനുഷ്യൻ രാക്ഷസനാവണു, മനുഷ്യൻ അസുരനാവണു. എപ്പോഴാ അത്? രജോ ഗുണവും തമോ ഗുണവും വർദ്ധിക്കുമ്പോൾ. ഏതായാലും ആ മഥനം ഇങ്ങനെ ആരംഭിച്ചു. ഈ സമയത്ത് ആ പർവ്വതം താഴേക്ക് 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 പോകാൻ. അങ്ങനെ ദേവന്മാര് ഭഗവാനെ വിളിച്ചു കരഞ്ഞു. വിലോക്യ വിഘ്നേശ വിധിം തദേശ്വരോ ദുരന്തവീര്യോ വിദധാഭിസന്ധി കൃത്വാവഭൂ കാക്ഷഭമദ്ഭുതം മഹൽ പ്രവിശ്യതോയം ഗിരിമുജ്ജഹാര. പർവ്വതത്തെ ഉയർത്തിക്കൊണ്ട് 1,00,000 യോജന വിസ്തീർണമുള്ള മഹാകൂർമ്മമായി ഭഗവാൻ അവതരിച്ചു. പാലാഴിയുടെ അടിയിൽ ഭഗവാന്റെ അവതാരം. എന്നിട്ടോ ഈ മന്ദിരപർവ്വതത്തെ ഉയർത്തിങ്ങനെ നിന്നു. അവിടെ ദേവന്മാരും അസുരന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ ദൈവരൂപത്തിൽ ദേവന്മാരെയും ആസുരീയമായ ഭാവത്തിൽ രജോ ഗുണാധിക്യത്തിൽ അസുരന്മാരെയും നിദ്രാരൂപനായി വാസുകിയെയും പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് താഴേക്ക് ഇങ്ങനെ താഴ്ന്നു പോകുന്ന പർവ്വതത്തെ ഉയർത്തുകയും മഥനത്തിനിടയ്ക്ക് കടകോലിങ്ങനെ മുകളിലേക്ക് പൊന്തും ഇല്ലേ. ഇതേപോലെ പർവ്വതം പൊന്തിയപ്പോ 1000 കൈയുള്ള സഹസ്രബാഹുവായി അജിതനായി അവതരിച്ച് ആ പർവ്വതത്തെ കൈകൊണ്ട് താത്തിപ്പിടിക്കുകയും ചെയ്തു. അതിമനോഹരമായിട്ടുള്ള ഭഗവാന്റെ സ്വരൂപം ശ്രീശബ്രഹ്മർഷി വർണ്ണിച്ചു. മേഘശ്യാമ കനകപരിധി കർണവിദ്യോത വിദ്യുന്മുഗ്നിഭ്രാജൽ വിലുളിതകച ശ്രദ്ധരോ രക്തനേത്ര ജൈത്രേർദോഭിർജഗദഭേദൈർദന്തശോകം ഗൃഹീത്വാ മധ്നന്മധ്നാ പ്രതിഗിരിവാശോഭതാധോ ധൃതാത്രി. മറ്റൊരു പർവ്വതം പോലെ ഭഗവാന്റെ ദിവ്യമായ സ്വരൂപം അജിതനായി അവതരിച്ച് ആ മഥനത്തിൽ ഭഗവാനും പങ്കുചേർന്നു. അപ്പൊ പർവ്വതം കൊണ്ടുവരണമെന്ന് പറഞ്ഞ ആള് ഭഗവാൻ, പർവ്വതം കൊണ്ടുവന്നത് ഭഗവാൻ, പർവ്വതത്തെ താഴാതെ നിർത്തിയത് ഭഗവാൻ, പർവ്വതത്തെ ഉയരാതെ നിർത്തുന്നത് ഭഗവാൻ, പർവ്വതത്തെ തിരിക്കുന്നത് ഭഗവാൻ. ഇതാണ് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം സദുദ്ദേശത്തോടു കൂടിയതാണെങ്കിൽ ഭഗവാൻ നമ്മളെ സഹായിക്കാനായിട്ട് ഒപ്പമുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ദേവന്മാരുടെ ഈ ആഗ്രഹത്തെ അംഗീകരിച്ചുകൊണ്ട് ഭഗവാൻ മഥനത്തിലും ചേർന്ന് കിടന്നു. 1000 കൈകള് അസുരന്മാർക്ക് കൂട്ടായിട്ട്, 1000 കൈകളിൽ 500 കൈകള്, 500 കൈകള് ദേവന്മാർക്ക് കൂട്ടായിട്ട്. ഭഗവാൻ മഥനം തുടങ്ങിയപ്പോ നമ്മൾ പറയില്ലേ, എപ്പോഴാണ് കളി മാറിയത്? ഇതുവരെ കടയുമ്പോ കൈ കടഞ്ഞിരുന്നു ദേവന്മാരുടെയും അസുരന്മാരുടെയും. ഇപ്പൊ അവർക്ക് നല്ല സന്തോഷം. കാരണം എന്താ? അവരിങ്ങനെ വെറുതെ പിടിച്ചു നിൽക്കണേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ആ പർവ്വതം തിരിയാൻ തുടങ്ങി. ഭഗവാന്റെ ശക്തി പ്രഭാവം, ഭഗവാനിൽ ദേവാദികൾക്കുള്ള ഭക്തി പ്രവാഹം അവിടെ ഭഗവാന്റെ കാരുണ്യ പ്രവാഹമായി മാറി. എന്നാൽ ആദ്യം തന്നെ വന്നത് അതിൽ നിന്ന് കാളകൂട വിഷമാണ്. കാളകൂട വിഷം ഉയർന്നു വന്നു കഴിഞ്ഞപ്പോ ദേവന്മാരൊക്കെ ഭഗവാനെ വിളിച്ചു കരഞ്ഞു, ഉറക്കെ വിളിച്ചു. ത്രാഹിന ശരണാവന്നാം ത്രൈലോക്യദഹനാദ്വിഷാൽ ദേവദേവ മഹാദേവ. ഹേ, ഞങ്ങളെ ഈ ത്രൈലോക്യ വിഷത്തിൽ നിന്ന്, ഈ 3 ലോകങ്ങളെ നശിപ്പിക്കുന്ന വിഷത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു കരഞ്ഞു. അത് കണ്ടു കഴിഞ്ഞപ്പോ ഭഗവാൻ മഹാദേവന് നിർദ്ദേശം കൊടുത്തു, വേഗം വരണം. മഹാദേവൻ തൻ്റെ പത്നിയായ പാർവതിയോട് പറഞ്ഞു, ഇതാ കാണുന്നില്ലേ, ആ ഭഗവാൻ എന്നെ വിളിക്കുന്നുണ്ട്, എനിക്ക് വേഗം അങ്ങോട്ട് പോകണം.
ഈ ചരാചരങ്ങൾ മുഴുവൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ ഭക്തന്മാർ കഷ്ടപ്പെടാൻ പാടില്ല. എനിക്ക് അവിടെ പോയി അവരെ സഹായിക്കണം. അവർ സന്തോഷിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ സന്തോഷിക്കും. ഭഗവാൻ സന്തോഷിച്ചാൽ സകല ചരാചരങ്ങളും സന്തോഷിക്കും. തസ്മാദിദം ഭുജ്യേ പ്രജാനാം സ്വസ്തിരസ്മേ. അതുകൊണ്ട് ഞാനിതാ ഈ വിഷം കഴിക്കാൻ പോവാണ് എന്ന് പറയുകയാണ് ഭഗവാൻ. പാർവതീദേവിയോ, നമ്മൾ കേട്ടേക്കുന്നത് പാർവതീദേവി വന്ന് ഭഗവാന്റെ കഴുത്തിൽ വന്ന് പിടിച്ചു മഹാദേവന്റെ എന്നാണ്. പിന്നെ വിഷ്ണു വന്ന് വായം കുത്തിപ്പിടിച്ചു എന്നൊക്കെയാണ് കേട്ടേക്കുന്നത്. ഭാഗവതം പറയുക അങ്ങനെയൊന്നല്ല ഉണ്ടായത്. വിഷം കഴിക്കാൻ പോവുകയാണെന്ന് ഭർത്താവ് പറഞ്ഞപ്പോ ഭാര്യയായ പാർവതീദേവി പറഞ്ഞു, ശരി പൊക്കോളൂ. പൊക്കോളൂ എന്നല്ല പറഞ്ഞത്, പോയി വരൂ. കാരണം എന്താ, പോയി വരും എന്നറിയാം. ഇപ്പോൾ ചില ഭർത്താക്കന്മാരോട് ഭാര്യമാർ പറയും, വിഷം കഴിക്കാൻ പോവുകയാണോ, നന്നായി വിധവാ പെൻഷനെങ്കിലും കിട്ടൂലോ, പൊക്കോളൂ എന്ന് പറയും. പക്ഷേ മഹാദേവന്റെ അടുത്ത് പറഞ്ഞ അതുകൊണ്ടല്ല, പ്രഭാവജ്ഞാന്വമോദത, ഭഗവാന്റെ പ്രഭാവം അറിയാം ദേവിക്ക്. അതുകൊണ്ട് ശരി പോയി വരൂ, അവരെയൊക്കെ അനുഗ്രഹിച്ചിട്ട് വരൂ. ആ ശിവമൂർത്തിയുടെ അടുത്ത്, ആ മഹാദേവന്റെ അടുത്ത് പറഞ്ഞു. ഭഗവാൻ അവിടെ ചെന്നിട്ടോ, തതക്കരതലീകൃത്യ വ്യാപിഹാലാഹലം വിഷം അഭക്ഷയൻ മഹാദേവ കൃപയാ ഭൂതഭാവന. ഭഗവാൻ കാരുണ്യമൂർത്തിയാണ്. ആ കൈലാസേശ്വരൻ തൻ്റെ കൈകളിൽ ആ മഹാവിഷത്തെ എടുത്ത് അമൃതയത്താക്കി. ഭഗവാൻ നീലകണ്ഠനായി. അല്ലേ, കഴുത്തു മാത്രം നീലനിറം. എന്നിട്ടോ ആ ബാക്കി വന്ന കുറച്ച് വിഷത്തുള്ളികളൊക്കെ അവിടെ താഴെയുള്ള ചില തേളുകള്, പാമ്പുകള്, ചില ചെടികളൊക്കെ സ്വീകരിച്ചു. അവയ്ക്കും വിഷമുണ്ടായി. ഭഗവാന് ഒരു വിഷമം ഉണ്ടായില്ല. വിഷം കഴിച്ച ഭഗവാന് വിഷമം ഉണ്ടായില്ല. എല്ലാം ഭംഗിയായി. ദേവന്മാർക്കും അസുരന്മാർക്കും ഒക്കെ സമാധാനമായി. മഹാദേവൻ കൈലാസത്തിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു. പിന്നെ വീണ്ടും മഥനം തുടർന്നു. ആ മഥനത്തിലാണ് ആദ്യം ഹവിദ്ധാനി, ആ കാമധേനു ഉണ്ടായി. കാമധേനുവിനെ ഭഗവാൻ പറഞ്ഞു ഋഷീശ്വരന്മാർക്ക് കൊടുത്തു, അവർക്ക് കൊടുത്തു. പിന്നെ അടുത്തതാരാ? അടുത്ത് വന്നത് ആ പറക്കും കുതിര അല്ലെങ്കിൽ ഉച്ചൈശ്രവസ എന്ന ആ വെളുത്ത കുതിരയാണ് വന്നത്. ആ വെളുത്ത കുതിരയെ ഭഗവാൻ മഹാബലിക്ക് സമ്മാനിച്ചു. മഹാബലി താൻ പറയണത് കേട്ട് ഓടി വന്ന ആളല്ലേ, അതുകൊണ്ട് മഹാബലിക്ക് ഉച്ചൈശ്രവസിനെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഐരാവതം വന്നു. ഐരാവതത്തെ ദേവേന്ദ്രന് കൊടുത്തു, അല്ലെങ്കിൽ സ്വർഗലോകത്തിലേക്ക് കൊടുത്തയക്കാൻ. അപ്സര സ്ത്രീകൾ അത് സ്വർഗലോകത്തിലേക്ക്. കൗസ്തുഭം എന്ന പത്മരാഗരത്നം അത് ഭഗവാന്റെ മാറിടത്തില്, ഭഗവാന്റെ കണ്ഠത്തിൽ ചേർന്ന് കിടന്നു. അപ്പൊ അതിനൊരു ഭംഗിയുണ്ടായി എന്ന് പറയുന്നു. അങ്ങനെ ആ ഓരോ വസ്തുക്കൾ വേണ്ടത് വേണ്ട പോലെ ഭഗവാൻ കൊടുത്തു. പിന്നെ അപ്സര സ്ത്രീകളുണ്ടായി. അപ്സര സ്ത്രീകളെയും ഭഗവാൻ ദേവലോകത്തിലേക്ക് പറഞ്ഞയച്ചു. ഇപ്പൊ അപ്സര സ്ത്രീകൾക്ക് ഒരു തോന്നല്, ലോകത്തിൽ ഏറ്റവും സുന്ദരികള് നമ്മളാണ്. അങ്ങനെ തോന്നൽ വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ പ്രിയപ്പെട്ട ആ രമയെ, തൻ്റെ ആ ശ്രീലക്ഷ്മിയെ, ഏകാക്ഷരീപതിയാണ് ഭഗവാൻ അല്ലേ, ശ്രീയുടെ പതിയാണ് ഭഗവാൻ, ശ്രീപതി. അതുകൊണ്ട് ആ ഭഗവാൻ ആ ശ്രീലക്ഷ്മിയെ വിളിക്കണു. ശ്രീലക്ഷ്മി ഇതാ അവിടുന്ന് പ്രത്യക്ഷപ്പെടുന്നു. 8ാമത്തെ സ്കന്ധത്തിൽ 8ാമത്തെ അധ്യായത്തിൽ 8ാമത്തെ ശ്ലോകത്തിൽ അഷ്ടാക്ഷരി പൊരുളായിരിക്കുന്ന ഭഗവാന്റെ ഇഷ്ടപ്രിയതമയായിരിക്കുന്ന ലക്ഷ്മി ഭഗവതിയുടെ ആവിർഭാവം. വിദ്യുത്സൗദാമിനീയഥ എന്നാണ്. ഏതുപോലെ ദിക്കുകളെയൊക്കെ പ്രകാശമാനമാക്കുന്ന ആ സ്ഫടിക പർവ്വതത്തിന്റെ സമീപത്തുണ്ടായ മിന്നൽ പോലെ അത്ര സൗന്ദര്യമാണ് ഭഗവതിക്ക്. ദേവേന്ദ്രൻ ആ ലക്ഷ്മി ഭഗവതിയെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് ദേവിക്ക് ഇരിക്കാനായിട്ടുള്ള സിംഹാസനം കൊണ്ടുവന്ന് കൊടുത്തു. ഗംഗാ തുടങ്ങിയ ദിവ്യ നദികള് സ്വർണകുംഭങ്ങളിൽ ജലം അവിടെ സമർപ്പിച്ചു. ഭൂമി സകല ഔഷധികളെയും അഭിഷേകത്തിന് വേണ്ടി സമർപ്പിച്ചു. വസന്തം, ചൈത്ര, വൈശാഖ മാസങ്ങളിൽ ഉണ്ടാകുന്ന ഫലപുഷ്പാദികൾ സമർപ്പിച്ചു. ഋഷികൾ വന്നു ശ്രീസൂക്തം ചൊല്ലി ദേവിയെ അഭിഷേകം ചെയ്തു. ഗന്ധർവന്മാർ പാട്ടുപാടി, അപ്സര സ്ത്രീകൾ നൃത്തം വെച്ചു. മേഘങ്ങള് മൃദംഗ, പണവ, മുരജ, ആനക, ഗോമുഖാദികൾ, അതേപോലെ വേണു, വീണ, ശംഖ് തുടങ്ങിയവയൊക്കെ ശബ്ദിപ്പിച്ചു. ഇങ്ങനെ എല്ലായിടത്തും ദിഗ്ഗജങ്ങൾ ആ ലക്ഷ്മി ഭഗവതിക്ക് വിവിധങ്ങളായിട്ടുള്ള സമുദ്രങ്ങളിലെ ജലം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തു. സമുദ്രമോ 2 പീതാംബരപ്പട്ട് ദേവിക്ക് കൊടുത്തു. വരുണൻ മനോഹരമായിട്ടുള്ള വനമാല കൊടുത്തു. വിശ്വകർമാവ് പലതരത്തിലുള്ള ആഭരണങ്ങൾ കൊടുത്തു. അതേപോലെ സരസ്വതീ ദേവി മുത്തുമാല കൊടുത്തു. ബ്രഹ്മാവ് താമര കൊടുത്തു. നാഗങ്ങൾ കുണ്ടലങ്ങൾ കൊടുത്തു. ഇങ്ങനെ എല്ലാ
സൗഭാഗ്യങ്ങളോടുകൂടി നാനാവസ്ത്രാഭരണ വിഭൂഷിതയായി ദേവി ഭരണമാല്യവും എടുത്തുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ടു. ആരെയാണ് വിവാഹം കഴിക്കേണ്ടത്? അപ്പോ ദേവി ഇങ്ങനെ വരണ കണ്ടു കഴിഞ്ഞപ്പോ എല്ലാവരും മോഹിച്ചു ആ ദേവിയെ എന്നാണ്. സസുര അസുര മാനവ, ദേവന്മാരും അസുരന്മാരും മനുഷ്യരൊക്കെ മോഹിച്ചിങ്ങനെ നിൽക്കുക, തലയും താഴ്ത്തി നിൽക്കുക. ലക്ഷ്മി ഭഗവതി എന്തിൻ്റെ ദേവതയാ? സമ്പത്തിൻ്റെ. സമ്പത്ത് കണ്ടാൽ നമ്മുടെ തല താഴും. ആ വരണമാല്യം എങ്ങനെയെങ്കിലും എൻ്റെ തലയിലേക്ക് വരണേ എന്ന് പ്രാർത്ഥനയിലാണ് നിൽക്കുന്നത്. പക്ഷെ ദേവിയോ, ദേവി നോക്കുക, ഇയാളെ വിവാഹം കഴിച്ചാലോ തരക്കിടില്ല, പക്ഷേ ആ നിറം ഒട്ടും ചേരില്ല, തൻ്റെ നിറവുമായിട്ടൊരു ചേർച്ചയില്ല. എന്നാൽ പിന്നെ അടുത്തൊരാളുടെ അടുത്തേക്ക് പോവുക, തരക്കിടൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും കൊള്ളാം, പക്ഷേ ആയുസ്സില്ല, പെട്ടെന്ന് വിധവയായി പോവും, അപ്പോൾ ഇദ്ദേഹം വേണ്ട. എന്നാൽ വേറൊരാൾ നല്ല ആയുഷൊക്കെ ഉണ്ട്, പക്ഷേ വിദ്യാഭ്യാസം ലെവലേശം തൊട്ട് തീട്ടിയിട്ടില്ല, വേണ്ട. പിന്നെ ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ചേർച്ച, അത് വേണ്ടേ, തൻ്റെ സൗന്ദര്യവുമായി യോജിച്ചു നിൽക്കാവുന്ന ഒരാൾ, അതില്ല. പിന്നെ കുലമഹിമയില്ല, എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഓരോരുത്തർക്കുമുണ്ട്. അപ്പോൾ പിന്നെ വിചാരിച്ചു, എങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ അവിടെ സർവ സമ്പത്തുകളുടെയും സർവഗുണങ്ങളുടെയും സർവ സൗന്ദര്യത്തിൻ്റെയും പ്രതിരൂപമായിട്ട് ഒരാളവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പീലിത്തിരുമുടിയൊക്കെ ചാർത്തിക്കൊണ്ട്. എല്ലാവരും ലക്ഷ്മിയെ കിട്ടണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ആ ലക്ഷ്മിയെ സ്മരിക്കുക പോലും ചെയ്യാതെ ഒരാൾ നിൽക്കണു, അതാണ് ഭഗവാൻ. ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു, രമാമുകുന്ദം. ആ രമ മുകുന്ദന്റെ കഴുത്തിൽ മാലയണിയിച്ചു. അങ്ങനെ ലക്ഷ്മി കല്യാണം നടന്നു. ഭഗവാൻ പറഞ്ഞു ലക്ഷ്മിയുടെ അടുത്ത്, ഒരു കാര്യം ചെയ്തോളൂ, എൻ്റെ മാറിടത്തെ സ്ഥാനമാക്കി അവിടെ ഇരുന്നോളൂ, എൻ്റെ ഭക്തന്മാർ വരുമ്പോൾ അവർക്ക് ഐശ്വര്യമൊക്കെ കൊടുത്തോളൂ. അപ്പൊ ഭക്തിയോ അത് ഞാൻ കൊടുത്തോളാന്നാണ് ഭഗവാൻ. അത് വേറെ ആർക്കും കൊടുക്കില്ല. ഭക്തിയുടെ താക്കോല് ഭഗവാന്റെ കയ്യിലാണത്രേ. അങ്ങനെ ദേവിക്ക് തൻ്റെ വക്ഷസ്സിൽ സ്ഥാനം കൊടുത്ത് അനുഗ്രഹിച്ചു. അങ്ങനെ ലക്ഷ്മി ഭഗവതിയെ കിട്ടും എന്ന് വിചാരിച്ച് മോഹിച്ചിരുന്ന അസുരന്മാരും ദേവന്മാരും, ലക്ഷ്മി സമ്പത്തിന്റെ ദേവതയാണെങ്കിൽ അടുത്തു വന്നത് സമ്പത്തിനെ ഇല്ലാതെയാക്കുന്ന ദേവതയാണ്. ലക്ഷ്മി വെളുത്താണെങ്കിൽ അടുത്ത ആള് കറുത്തിട്ടാണ് വരുന്നതാണ്. അന്ന് അസുരന്മാരും ദേവന്മാരും കൂടി പാടിയൊന്നും ഇഷ്ടമില്ല, വെളുപ്പിനാണ് അഴക്, കറുപ്പിനാണ് അഴക് എന്നൊക്കെ. പിന്നെ ആളുകൾ അതൊക്കെ പാടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ദേവന്മാര് ഇങ്ങനെ മോഹിച്ചൊന്നുമില്ല ഈ കറുത്ത സുന്ദരിയെ കണ്ടപ്പോൾ. പക്ഷെ ഈ കറുത്ത സുന്ദരിയെ കണ്ടപ്പോൾ ശ്യാമ, അതിസുന്ദരിയാണ്, കറുപ്പ് നിറാണെന്ന് മാത്രമേ ഉള്ളൂ, കയ്യിലൊരു കുടമുണ്ട്. അപ്പൊ ഇത് തന്നെയാവും അമൃതിന്റെ കുടം എന്ന് വിചാരിച്ച് അവളിൽ നിന്ന് അവളെയും തട്ടിക്കൊണ്ടുപോയി, അവളുടെ കയ്യിലുണ്ടായിരുന്ന കുടവും തട്ടിക്കൊണ്ടുപോയി. ഇങ്ങനെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അമൃതാണ് എന്ന് വിചാരിക്കുകയാണ്. സത്യത്തിൽ എന്തായിരുന്നു അത്? വാരുണി മദ്യം. മദ്യത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ആദ്യം പറയും ഇത് അമൃതാണ് എന്ന് പറയും, പിന്നെ അത് മരണത്തിന് കാരണമാണ് എന്ന് തിരിച്ചറിയും. അതിന് മുമ്പ് ഈ വാരുണി ദേവിയുടെ ഭക്തന്മാരായിട്ട് തീരും ഈ ആളുകളൊക്കെ. വാരുണി ദേവിയുടെ പ്രത്യേകത അതാണ്. വാരുണി ദേവിയുടെ അടുത്ത് ചെന്നാൽ അവരെയൊക്കെ ഭക്തന്മാരാക്കും. കാലത്ത് പോലും വാരുണി ദേവിയുടെ അടുത്ത് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ഭക്തന്മാര്. കാലത്ത് തീർത്ഥം കഴിക്കാതിരുന്നാൽ കൈ വിറയ്ക്കുന്ന ആളുകള്. പിന്നെ വാരുണി ദേവിയുടെ അമ്പലത്തിൽ മാത്രമല്ല, ഈ ലോകം മുഴുവൻ ഭഗവതിയുടെ അമ്പലമാണെന്നുള്ള കരുതി ശയനപ്രദക്ഷിണം നടത്തുന്ന ആളുകള്. എല്ലാം മറന്ന് ഉടുമുണ്ട് അഴിഞ്ഞു പോയാലും ആ ദേവിയെ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകള്. കയ്യിലുള്ള കാശ് മുഴുവൻ പോവും, എന്നാലും ഈ ദേവിയെ വലിയ ഇഷ്ടമാണ് അസുരന്മാർക്ക്, അന്നും ഇന്നും എന്നും. അതാണ് അവസ്ഥ. അങ്ങനെ ആ വാരുണി ദേവിയെ അസുരന്മാര് തട്ടിക്കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത ആള് വരണു. ആ ഉദതിഷ്ഠൻ മഹാരാജ പുരുഷ പരമാത്ഭുത. വീണ്ടും മഥനം ചെയ്തു തുടങ്ങിയപ്പോ ആ കശ്യപപുത്രന്മാര്, ദേവന്മാരും അസുരന്മാരും മഥനം തുടങ്ങിയപ്പോ അതിൽ നിന്ന് സാക്ഷാൽ ധന്വന്തരി ദേവി ഉയർന്നു വന്നു. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണോ നാരായണാമൃത രോഗാന്മേ നാശയാ ശേഷാനാശു ധന്വന്തരേ ഹരേ. ഭഗവാന്റെ തന്നെ അംശാവതാരമായിരിക്കുന്ന മഞ്ഞപ്പട്ടുടുത്ത ശംഖും ചക്രവും അതേപോലെ ജളൂകവും അമൃതം ധരിച്ചും കൊണ്ട് അമൃതാപൂർണ കലശം ബിഭ്രൽ വലയഭൂഷിത സവൈ ഭഗവത സാക്ഷാൽ വിഷ്ണോരംശാംശ സംഭവ ധന്വന്തരിതിഖ്യാത ആയുർവേദ ദിഗിത്യഭാഗ്. ആയുർവേദത്തിന്റെ ആചാര്യനായിരിക്കുന്ന ധന്വന്തരി മൂർത്തി വന്നപ്പോ അസുരന്മാർക്ക് തോന്നി ഇതൊരു ആൺകുട്ടിയാണല്ലോ, പെൺകുട്ടിയാണെങ്കിൽ തട്ടിക്കൊണ്ടുപോയായിരുന്നു. അപ്പൊ പിന്നെ എന്താ വേണ്ടത്? ഇത് പക്ഷേ
കുറച്ചുകൂടി കേമാണെന്നുകൊണ്ട് 4 കൈയൊക്കെ കാണാനുണ്ട്, മറ്റേ ആൾക്ക് 2 കൈ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത് കേമത്വമുള്ളതാവും എന്ന് തീർച്ചപ്പെടുത്തി ആ അമൃത കലശം തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുകയും ചെയ്തു. ദേവന്മാര് തലയും താഴ്ത്തി നിന്നു. ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി. ഭഗവാൻ പറഞ്ഞു, അതൊന്നും സാരമില്ല, ഞാനൊക്കെ വേണ്ടതുപോലെ ആക്കിക്കോളാം എന്നാണ്. ഭഗവാൻ ഭൃത്യകാമകൃത്ത്, തൻ്റെ ഭക്തന്മാർക്ക്, തൻ്റെ ദാസന്മാർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള സർവോപായവിധി ഈശ്വരനായിരിക്കുന്ന ഭഗവാൻ തീർച്ചപ്പെടുത്തി ഇനി സൗന്ദര്യം എന്താണ് എന്ന് തൻ്റെ മാറിലിരിക്കുന്ന ലക്ഷ്മിക്കും കാണിച്ചു കൊടുക്കാം. ലക്ഷ്മിക്കും ഒരു തോന്നലുണ്ട്, താൻ വലിയ സുന്ദരിയാണ്, എങ്കിൽ കറുപ്പിന്റെ സൗന്ദര്യം കാണിച്ചു തരാം എന്ന് ഭഗവാൻ തീർച്ചപ്പെടുത്തി. ഏതസ്മിന്നന്തരേ വിഷ്ണു സർവോപായ വിധീശ്വരായോഷിദ്രൂപമനിർദ്ദേശ്യം ദധാര പരമാദ്ഭുതം പ്രേക്ഷണീയോൽപലശ്യാമം സർവാവയവസുന്ദരം സമാനകർണാഭരണം സുഖപോലോന്നസാനനം നവയോവനനിർവൃത്തസ്തനഭാരകൃശോദരം മുഖാമോദാനുരക്താളിജ്ജങ്കാരോദ്വിഗ്നലോചനം. ഇളകുന്ന ആ കണ്ണുകളോടുകൂടി അതിസുന്ദരിയായിട്ട് ഭഗവാൻ വേഷം മാറി അങ്ങടിച്ചു. മദ്യപിച്ച് മതോന്മത്തരായി നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഈ മരതകമണിവർണ്ണനായിട്ട് പോവല്ല വേണ്ടത്, മറിച്ച് മദാലസയായ ഒരു പെൺകുട്ടിയായിട്ട് പോവാം എന്ന് തീർച്ചപ്പെടുത്തി. അങ്ങനെ ചെന്നിട്ടോ ഭഗവാൻ അങ്ങോട്ട് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോഴേ എല്ലാവരും അവര് ഈ അമൃതകലശം കയ്യിലെടുത്തിട്ട് കഴിക്കലുണ്ടായിട്ടില്ല, ഭഗവാന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച ഓടുക ഉണ്ടായത്. വാരുണീ ദേവിയുടെ കാര്യം അങ്ങനെയല്ല. ഹരേരനുമതേന തേന്നാണ് ശ്രീ ബ്രഹ്മർഷി. ഹരിയുടെ അനുവാദം സ്വീകരിച്ചിട്ടാണ്. അനുവാദം ഇല്ലാതെ എടുത്തുകൊണ്ടുപോയപ്പോ കഴിക്കാൻ പറ്റിയില്ല, തല്ലൂട്ടാണ്. അഹംപൂർവം അഹംപൂർവം നത്വം നത്വം, ഞാനാദ്യം ഞാനാദ്യം, നീയല്ല നീയല്ല എന്നിങ്ങനെ പറഞ്ഞ് അവരെ അമൃതകലശം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ അവിടെ ചെന്നു. കാത്തും കഞ്ചബലാസാക്ഷി ചോദിക്കുക, നീ ആരാണ് ഈ താമരക്കണ്ണി വിളിക്കുക? ഭഗവാൻ അത് കേട്ടപ്പോൾ എന്ത് പറഞ്ഞു? നിങ്ങളാരാന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കശ്യപന്റെ മക്കളാണ്, അസുരന്മാരാണ്, ദേവലോകപ്പൊക്കെ ഞങ്ങളുടെ കയ്യിലാണ്. നീയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ സ്വീകരിച്ചോളൂ. അപ്പൊ ചോദിച്ചു, നിങ്ങളിപ്പോ എന്തിനാ അങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? അതോ ഞങ്ങൾ ദേവന്മാരുടെ കൂടെ കൂടി അവർക്ക് വേണ്ടി അമൃത മഥനം ചെയ്യാൻ വേണ്ടിയിട്ട്, പാലാഴി മഥനം ചെയ്ത് അമൃതം എടുക്കാൻ തുറന്നുകയായിരുന്നു. ഈ സമയത്ത് എന്തുണ്ടായി? ഞങ്ങൾ ദേവന്മാരെ പറ്റിച്ച് അമൃതം കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. ഇപ്പൊ വേറൊരു പ്രശ്നം, ഞങ്ങളിൽ ആരാണ് ആദ്യം കഴിക്കേണ്ടത് എന്നുള്ള സംശയമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, വിഭജസ്വ യഥാന്യായം. ഞങ്ങൾക്ക് നിന്നെ വലിയ വിശ്വാസമായി, അതുകൊണ്ട് നീ വേണം ഓരോരുത്തർക്കും ആർക്കൊക്കെ എത്രയൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ എങ്ങനെ അങ്ങനെ വിശ്വസിക്കുക? കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങള് ഓരോ സമയത്തും ഓരോരുത്തരുടെ പിന്നാലെ പോണ കുലടകളായിട്ടുള്ള സ്ത്രീകളാണ്, സ്വൈരചാരിണികളാണ്. ഭഗവാൻ പറഞ്ഞു ശരിയാ, ഭഗവാൻ ആര് വിളിച്ചാലും ഒപ്പം പോവും, ഭക്തന്മാർ വിളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ആ ഭഗവാന്റെ വാക്കുകൾ കേട്ട് അവർക്ക് കുറച്ചുകൂടി വിശ്വാസമായിരുന്നു. അങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ ഞങ്ങളെയൊന്നും ആരും വിശ്വസിക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നിന്നെ വലിയ വിശ്വാസമാണെന്നും പറഞ്ഞ് ആ അമൃതകലശം കയ്യിലേൽപ്പിച്ചു. ഭഗവാൻ അവരെ അന്ന് ഉപവസിപ്പിച്ചു. പിറ്റേന്ന് പ്രഭാതത്തിൽ ആ കുളി അതേപോലത്തുള്ള നിത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടുപേരെയും 2 വരിയാക്കി ഇരുത്തി ഭഗവാൻ തന്നെ അവിടെ ആ അമൃതം വിളമ്പാൻ തുടങ്ങി. ദേവന്മാർക്ക് അമൃത് വിളമ്പി, അസുരന്മാർക്ക് തൻ്റെ നയനാമൃതം വിളമ്പി. കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിയപ്പോൾ തങ്ങളുടെ പാത്രത്തിൽ വിളമ്പിയിട്ടില്ല എന്ന് ഇവരെ ആർക്കും മനസ്സിലായില്ല. ഇതിനിടയിൽ സ്വർഭാനു എന്നുള്ള അസുരൻ ദേവപക്ഷത്ത് പോയിരുന്നു ദേവന്മാരുടെ വേഷത്തില്. അവൻ കുറച്ച് അമൃത് കഴിച്ചു. അപ്പോഴേക്കും ഭഗവാന് നിർദ്ദേശം കൊടുത്തു സൂര്യനും ചന്ദ്രനും. ഉടനെ തന്നെ ഭഗവാൻ ആ സുദർശനേന സ്വാസ്ത്രേണ തൻ്റെ സുദർശന ചക്രം കൊണ്ട് അവൻ്റെ കഴുത്ത് മുറിച്ചു. അവൻ്റെ കഴുത്ത് ആ അമൃത് കഴിച്ചത് കൊണ്ട് മരണമില്ലാതെ ആകാശത്തിലേക്ക് ഉയർന്നു പോവുകയും ചെയ്തു. പിന്നെ ദേവന്മാരും അസുരന്മാരും തമ്മിലൊരു യുദ്ധം ഉണ്ടായി. ഭഗവാന്റെ നേതൃത്വത്തിൽ ദേവന്മാര് അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള യുദ്ധത്തില് സാക്ഷാൽ മഹാബലി പോലും അവിടെ മരിച്ചു വീണു. മഹാബലി മരിച്ചു കഴിഞ്ഞപ്പോൾ അസ്താചലത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി ശുക്രാചാര്യര് അവിടെ വെച്ച് മൃതസഞ്ജീവിനി വിദ്യ കൊടുത്ത് ആ
ബലിയെ വീണ്ടും ജീവിപ്പിച്ചു. അപ്പോഴേക്ക് നാരദൻ വന്ന് ദേവേന്ദ്രനോട് പറഞ്ഞു, ദേവേന്ദ്ര, ഇനി യുദ്ധം നിർത്തല്ലേ നല്ലത്, നിങ്ങൾ ജയിച്ചില്ലേ, നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയില്ലേ, എന്നാൽ യുദ്ധം ചെയ്യാൻ ഇനി വേണ്ടാന്ന് തീർച്ചപ്പെടുത്തി യുദ്ധം നിർത്തി ദേവേന്ദ്രാദികളൊക്കെ സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. ഭഗവാന്റെ ആ പല ലീലകളിൽ വളരെ വിശേഷമായിട്ടുള്ള പാലാഴിമഥനം, അവിടെ കൂർമ്മമായി, അജിതനായി, മോഹിനിയായി, ധന്വന്തരിയായി ഒക്കെ ഭഗവാൻ അവതരിച്ചു. അപ്പൊ ഈ മോഹിനി രൂപത്തെക്കുറിച്ച് മഹാദേവൻ കേട്ടു, ഇതുവരെ കണ്ടിട്ടില്ല. ഈ സ്ത്രീവേഷം കാണുക, പുരുഷന്മാര് സ്ത്രീവേഷം കെട്ടുക, സ്ത്രീകൾ പുരുഷന്റെ വേഷം കെട്ടുക, അത് കാണാൻ വലിയ താല്പര്യമാണ് ആളുകൾക്ക്. അതുകൊണ്ട് മഹാദേവൻ പറഞ്ഞു, നാരദൻ വന്ന് പറഞ്ഞപ്പോൾ, ഇനി എങ്ങനെയാ എനിക്കൊന്ന് കാണാൻ പറ്റുക, അങ്ങ് നേരിട്ട് പോയി ചോദിച്ചാൽ മതി, കാണിച്ചു വരുമെന്ന് പറഞ്ഞു. നാരദൻ അവിടുന്ന് നാരായണ ജപിച്ച് പോരുകയും ചെയ്തു. മഹാദേവൻ പറഞ്ഞു, ഞാനൊന്ന് പോയിട്ട് വരാം, ഭഗവാനെ ഒന്ന് കണ്ടിട്ട് വരാം. പാർവതി ചോദിച്ചു, ഇത് എങ്ങടാ പോകണത്? അത് അവിടെ ചെന്നിട്ടേ അദ്ദേഹം ഒരു സ്ത്രീവേഷം കെട്ടിത്രേ, മോഹിനി വേഷം. അത്ര ഗംഭീരാണോ? ഗംഭീരാണെന്നാണ് നാരദനൊക്കെ പറഞ്ഞത്. എന്നാൽ ഞാനും വരുന്നുണ്ട്. അച്ഛനും അമ്മയും ഇറങ്ങി പുറപ്പെട്ടപ്പോൾ സുബ്രഹ്മണ്യനും ഗണപതിയും ഭദ്രകാളിയും ഒക്കെ ചാടി പുറപ്പെട്ടു, ഞങ്ങളും വരുന്നുണ്ട്, ഞങ്ങൾക്കും കാണണം, എല്ലാവരും പോവാന്നും പറഞ്ഞ് ആ നന്ദികേശ്വരൻ്റെ പുറത്ത് എല്ലാവരും കൂടി വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചു വന്നു. അവിടെ വന്നു ഭഗവാൻ അവരെയൊക്കെ സ്വീകരിച്ചു. അതിനുശേഷം ചോദിച്ചു, എന്താണ് ഇപ്പോൾ അങ്ങയുടെ ആഗമനോദ്ദേശം? മഹാദേവൻ പറഞ്ഞു, അങ്ങ് ലോകത്തിൻ്റെ മുഴുവൻ നാഥനാണ്, ഗംഭീരമായിട്ട് സ്തുതിയൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങൾ വന്നതിന് പ്രത്യേകമായിട്ടൊരു കാര്യമുണ്ട്. കൗതൂഹലായ ദൈത്യാനാം യോഷിദ്വേഷോ മയാ കൃത. ഭഗവാൻ പറയാ, ശരിയാണ്, അങ്ങ് പറഞ്ഞില്ലേ എൻ്റെ ഈ സ്വരൂപം മോഹിനി വേഷം കാണുന്നത്, ശരിയാണ്, ഞാൻ അവർക്കൊരു കൗതുകം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വേഷം കെട്ടിയെന്നേ ഉള്ളൂ. അങ്ങക്കൊക്കെ അതിന് വലിയ പ്രത്യേകതയൊന്നും തോന്നില്ല, അങ്ങ് കാമദേവനെയും ജയിച്ച ആളാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മഹാദേവന്റെ ഉള്ളില് അത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടാവാം ഒരു പക്ഷേ ഭഗവാന്റെ ആ ദിവ്യമായ സ്വരൂപത്തെ കണ്ടതും ശിവനിൽ മോഹമുണ്ടായി എന്നാണ്. കാരണം എന്താ, പാർവതിയോട് കൂടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാൻ അവിടുന്ന് അന്തർധാനം ചെയ്തതും പെട്ടെന്ന് ആ പൂന്തോട്ടത്തിൽ ഉദ്യാനത്തിൽ പൊന്നിച്ചിലമ്പിന്റെ കിലുക്കം ആളെ കാണാനില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വള്ളിക്കുടിലിൻ്റെ പുറത്തേക്ക് രണ്ട് മനോഹരമായിട്ടുള്ള കാലുകൾ ഇങ്ങനെ കാണാനുണ്ട്. ആ ചിലമ്പുകൾ ഇങ്ങോട്ട് വരൂ എന്ന് വിളിക്കണത് പോലെ പദഭജനം ശ്രേയ ഇത്യാലബന്ധം എന്ന് പട്ടേരിപ്പാട് പറഞ്ഞത് തോന്നിയില്ല. അപ്പോൾ പിന്നെയോ അവളെ സ്വീകരിക്കണം എന്നാണ് മഹാദേവന് തോന്നിയത്. ഒപ്പം ഭാര്യയും മക്കളുണ്ട് എന്നുള്ളതൊക്കെ മറന്ന് ആ പൊന്നിൻചിലമ്പിൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. പൊന്നിൻചിലമ്പ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് മുന്നിലോടുന്നു, പിന്നാലെ മഹാദേവൻ ഓടുന്നു. അങ്ങനെ ഓട്ടത്തിനിടയിൽ ആ പൊന്നിൻചിലമ്പുകാരിയുടെ മുടി അഴിഞ്ഞു, ഉത്തരീയം മറന്നുപോയി, കയ്യിലുള്ള പന്ത് കൊണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. പന്ത് മുകളിലേക്ക് പോകുമ്പോൾ ഒന്ന് അങ്ങോട്ട് നോക്കും, താഴേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് നോക്കും, അതിനിടയിൽ മഹാദേവനും നോക്കും. ഈക്ഷയാ അമൃതപരിഷിണിയായിരിക്കുന്ന ഭഗവാന്റെ നോട്ടം ഏറ്റതോടുകൂടി മഹാദേവനിൽ പോലും, കാമാരിയായിരിക്കുന്ന മഹാദേവനിൽ പോലും കാമമുണർന്നു, മോഹമുണർന്നു. ഭഗവാന്റെ പിന്നാലെ ചെന്ന് ഏതുപോലെ എന്നാ പറയുന്നത്, പിടിയാനയുടെ പിന്നാലെ പോകുന്ന കൊമ്പനാനയെ പോലെ ആ മഹാദേവന് പിന്നാലെ ചെന്ന് ആലിംഗനങ്ങൾ ചെയ്തു എന്ന് പറയുന്നു. പുഷ്പിണിയായ പിടിയാനയുടെ പിന്നാലെ ഓടുന്ന മത്തഗജത്തെ പോലെ അവിടെ പിന്നാലെ ചെന്നു എന്ന് പറയുന്നു. തസ്യാനുധാവതോരേതസ്കന്ദാമോഘരേതസ ശുഷ്മിണോ യൂഥപസ്യേവാസിതാമനുധാവത. പിന്നാലോടി കെട്ടിപ്പിടിച്ചു. ആ മഹാദേവന്റെ രേതസ് സ്ഖലിച്ചു. അത് വെള്ളിഖനികളും സ്വർണഖനികളുമായി മാറി എന്ന് ഭാഗവതം പറയുന്നു. സജ്ജനങ്ങൾ മഹാദേവന്റെയും ആ മഹാവിഷ്ണുവിൻ്റെയും സംഗമത്തിൽ ഒരു പുതു ചൈതന്യമുണ്ടായി. അത് ഹരിഹരപുത്രനായി, ശ്രീധർമ്മശാസ്താവായി, അയ്യപ്പനായി എന്ന് പറയുന്നു. ഏതായാലും മഹാദേവനെ അനുഗ്രഹിച്ചു. അങ്ങക്കിപ്പോ ഒരു മോഹം ഉണ്ടായില്ലേ? ഇനി ഒരിക്കലും അങ്ങക്ക് മോഹം ഉണ്ടാവില്ല. പക്ഷേ ഈ മോഹത്തിൽ നിന്ന് അങ്ങക്ക് സ്വയമേവ തിരിച്ചു വരാൻ സാധിച്ചു. അത് അങ്ങയുടെ കഴിവാണെന്ന് പറഞ്ഞ് മഹാദേവനെയൊക്കെ അനുഗ്രഹിച്ച് അവിടുന്ന് യാത്രയാവുന്നു. അയ്യപ്പസ്വാമിയുടെ ആദ്യത്തെ ആനപ്പുറത്തുള്ള എഴുന്നള്ളത്ത് കൈലാസത്തിലേക്കാണ് ഉണ്ടായത് എന്നാണ് സജ്ജനങ്ങൾ പറയുന്നത്. കാരണം എന്താ, ഉണ്ണിക്കിടവതി പറഞ്ഞു, ഞാൻ ഏറ്റിക്കോളാം അനിയനെ. തോളത്തിങ്ങനെ വെച്ച് കൊണ്ടുപോയി ഇത്രേ. കാളിയുടെയും അതേപോലെ പ്രേത പിശാചുക്കളുടെയും ഒക്കെ ഭൂതഗണങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടി ഹരിഹരപുത്രൻ
കൈലാസത്തിൽ എത്തിച്ചേർന്നു. ഏതായാലും ശ്രീ ശിവബ്രഹ്മർഷി ആ കഥകളിലേക്കൊന്നും പോണില്ല. ആ ഭഗവാന്റെ ദിവ്യമായ സ്വരൂപത്തെ കണ്ട് വീണിങ്ങനെ നമസ്കരിക്കുന്ന ശ്രീ ശിവബ്രഹ്മർഷി അസത വിഷയമന്ത്രി ഭാവഗമ്യം പ്രപന്നാനമൃതമരവര്യാനാശയൽ സിന്ധുമധ്യം കപടയുവതിവേഷോ മോഹയന്യസ്തുരാജീം തമഹമുപസൃതാനാം കാമപൂരം നതോസ്മി. ശരണാഗതികൾക്ക് എന്നും ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ആ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയാണ് ശ്രീ ശിവബ്രഹ്മർഷി. നമുക്കും ആ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കാം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.